അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നല്ലതായിട്ട് ഇന്ററാക്ട് ചെയ്യണേ. ചാറ്റിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. കൊമേഴ്ഷ്യൽ ലോയില് കൊമേഴ്ഷ്യൽ സെക്ഷൻ എ കൊമേഴ്ഷ്യൽ ലോയില് ഫസ്റ്റ് ലോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ ഈ ചാപ്റ്റർ തീർക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സമയമല്ല. അപ്പൊ നമുക്ക് റിവിഷൻ മോഡില് കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചോദിച്ചിട്ടുള്ളതൊക്കെ നോക്കി പോകാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കണം. ദാറ്റ് കെയിം ഇൻ ടു എഫക്ട് ഫ്രം 1st September 1872. അപ്പൊ ആ ഡേറ്റ് ഒന്ന് എല്ലാവരും ഓർത്തിരിക്കണം, അതൊന്ന് മാർക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിനകത്ത് എലമെന്റ്സ്, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കോൺട്രാക്ട്, അതിനകത്ത് ഏതൊക്കെയാണ് ഈ ആക്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. First one, proposal. When a person signifies to another his willingness to do or abstain from doing anything with a view to obtain assent of the other person is known as proposal. The person is said to make a proposal. അതായത് ഒരാളോട് ഒരു ഓഫർ ചെയ്യുകയാണ്. Either he will do this action or abstain. വേറെ ഒരു കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കാമെന്നോ ഒരാളോട് പറയാണ്. എന്തിനാ? വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് അസെന്റ്. അപ്പൊ മറ്റേ ആൾക്ക് അത് ഓക്കെ ആണോ, ഇതിന് അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ ആയിട്ട് ഒരു ഓഫർ ആയിട്ട് അങ്ങോട്ട് പറയുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് പ്രപ്പോസൽ. അപ്പൊ എന്താണ്? when one person signifies to another his willingness to do or abstain from doing anything with a view to obtain the assent of another to such act or abstinence. ആ ആൾക്ക് അത് ഓക്കെ ആണോ, എന്തിനു വേണ്ടി? ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു അസെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു ഓഫർ അങ്ങോട്ട് വെക്കുമ്പോൾ ദാറ്റ് ഈസ് പ്രപ്പോസൽ. എല്ലാരും മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ അക്സെപ്റ്റൻസ് എന്താണ്? when the person to whom the proposal is made. അപ്പൊ ആരോടാണോ നമ്മൾ പ്രപ്പോസൽ വെക്കുന്നത് ആ ആള് ഓക്കെ പറയാണ്. the proposal is said to be accepted. അപ്പൊ രണ്ട് കൂട്ടുകാർക്കും ഓക്കെ ആയി, രണ്ടുപേരും എഗ്രി ചെയ്തു. ഓക്കെ, നമുക്ക് ഈ കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കാം. to abstain from doing anything, അതും ഒന്നെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യാതിരിക്കാം എന്നും രണ്ടുപേരും കൂടെ എഗ്രി ചെയ്യുവാണെങ്കിലും അതൊരു അക്സെപ്റ്റൻസ് ആവും. അപ്പൊ when a person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. അപ്പോൾ the proposal when accepted becomes a promise. ഇത് fill in the blanks ലൊക്കെ ചോദിക്കാം. The proposal when accepted becomes a promise. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഡെഫിനിഷൻസ് എല്ലാം പഠിക്കണം. അതുപോലെ തന്നെ fill in the blanks ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഏരിയാസ് ഒക്കെ, അതായത് മിക്കവാറും ഓരോ പാരഗ്രാഫ്സിന്റെ ഫസ്റ്റ് ലൈൻ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുക അല്ലെ. അപ്പൊ അങ്ങനത്തെ ടേം ഒക്കെ വരാനുള്ളതൊക്കെ കൂടുതലും ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി എഗ്രിമെന്റ്, അപ്പൊ പ്രൊപ്പോസൽ നോക്കി, അക്സെപ്റ്റൻസ് നോക്കി. എന്താണ് എഗ്രിമെന്റ് എന്ന് പഠിച്ചു. പ്രൊപ്പോസൽ രണ്ടുപേർക്കും ഓക്കെ ആയി, അവർ അക്സെപ്റ്റ് ചെയ്തു, അപ്പൊ അതൊരു പ്രോമിസ് ആയി. ഇങ്ങനെ കുറെ പ്രോമിസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോമിസ് അല്ലെങ്കിൽ എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻസ് ഫോർ ഈച്ച് അതർ. അപ്പൊ ഇങ്ങോട്ടൊരു പ്രോമിസ്, അങ്ങോട്ടൊരു റെസിപ്രോക്കൽ പ്രോമിസ്, അപ്പം ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അപ്പൊ എവറി പ്രോമിസ് ഓർ എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ എന്താവും? എഗ്രിമെന്റ്. അപ്പൊ എന്താണ് പ്രൊപ്പോസൽ, എന്താണ് അക്സെപ്റ്റൻസ്, എന്താണ് എഗ്രിമെന്റ്? അപ്പൊ എവറി പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ, ഒന്നിന്റെ കൺസിഡറേഷൻ ആണ് മറ്റേത്. അപ്പൊ അങ്ങനെ ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഇസ് കോൾഡ് ആൻ എഗ്രിമെന്റ്. ഓക്കെ, അപ്പൊ എഗ്രിമെന്റ് എന്താന്ന് മനസ്സിലായി. ഇനി അടുത്ത വോയിഡ് എഗ്രിമെന്റ്. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല, അപ്പൊ ഇല്ലീഗൽ ആണ്, ലീഗൽ അല്ലാത്ത ഒരു കാര്യം. അല്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കേസ് കൊടുക്കാൻ പറ്റത്തില്ല, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് വോയിഡ് എഗ്രിമെന്റ്. അത് ലോ എൻഫോഴ്സിബിൾ അല്ല. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് എഗ്രിമെന്റ്, എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് രണ്ടുപേരും കൂടെ എഗ്രിമെന്റ് ഉണ്ടാക്കുക, അപ്പൊ അതൊന്നും വോയിഡ്, അതെല്ലാം വോയിഡ് ആണ്, അതൊന്നും നടക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസിലുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയും. അപ്പൊ എഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് സെഡ് ടു ബി വോയിഡ്. അപ്പൊ അത്രയും ടേംസ് നമ്മൾ നോക്കി. ഇനി അടുത്ത കോൺട്രാക്ട് എന്താണ്? അപ്പൊ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പൊ എൻഫോഴ്സിബിൾ അല്ലാത്തതാണെങ്കിൽ ദാറ്റ് ഈസ് വോയിഡ്.
വോയിഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ലീഗലി അതിനൊരു പ്രസക്തി ഇല്ല, അങ്ങനത്തെ ആവുമ്പോൾ വോയിഡ് ആവും. ഇനി കോൺട്രാക്ട് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്താണ്? അതിനൊരു ലീഗൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ നമ്മളെ ലോയുടെ ഹെൽപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ കോൺട്രാക്ട്. അപ്പൊ ഒരു എഗ്രിമെന്റ് അതിനകത്ത് ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവണം. അതിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പൊ വോയിഡ് എഗ്രിമെന്റ് എന്താന്ന് മനസ്സിലായി. അപ്പൊ കോൺട്രാക്ട് എന്താന്ന് നോക്കി. ഇനി വോയിഡബിൾ കോൺട്രാക്ട് എന്താ? എ വോയിഡബിൾ കോൺട്രാക്ട് ഇസ് ആൻ എഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ പാർട്ടീസ് ദെയർ ടു, ബട്ട് നോട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് അതർ ഓർ അതർ പാർട്ടീസ്. അപ്പൊ രണ്ട് പാർട്ടി ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കുന്ന ആളും മറ്റേതൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ആളും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അതിനെ വോയിഡ് ആക്കാൻ പറ്റും, ഈ എഗ്രിമെന്റിനെ മൊത്തത്തിൽ വോയിഡ് ആക്കാൻ പറ്റുമെങ്കിൽ, മറ്റേ ആൾക്ക് അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ വോയിഡബിൾ കോൺട്രാക്ട്. എ വോയിഡബിൾ കോൺട്രാക്ട് ഇസ് ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ പാർട്ടീസ് ദെയർ ടു. അപ്പൊ മറ്റേ പാർട്ടിക്ക് പറ്റില്ല, ഈ പാർട്ടിക്ക് പറ്റും, ഒരു പാർട്ടിക്ക് പറ്റും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇവിടെ കൂടുതൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ അവർക്കും പറ്റും. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് അതിനെ ലീഗലി എൻഫോഴ്സിബിൾ ആക്കാൻ പറ്റത്തില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ വോയിഡബിൾ കോൺട്രാക്ട്. ഏതൊക്കെ കോൺട്രാക്ട്സ് ആണ് വോയിഡബിൾ ആവുന്നതെന്നൊക്കെ താഴോട്ട് വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, ഇപ്പൊ കൊയർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഇങ്ങനെയൊക്കെ ഒരാളെ കോൺട്രാക്റ്റിൽ നമ്മൾ എൻറ്റർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ആർ കോൾഡ് വോയിഡബിൾ കോൺട്രാക്ട്സ്. അപ്പൊ എന്തൊക്കെ വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ താഴോട്ട് വരുമ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നോക്കുന്നുണ്ട്. Voidable contract is an agreement which is enforceable by law at the option of one or more parties thereto, but not at the option of other parties. ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടീസിന് പറ്റും അതിനെ എൻഫോഴ്സിബിൾ ബൈ ലോ ആക്കാൻ, മറ്റേ ഗ്രൂപ്പ് ഓഫ് പാർട്ടീസിന് പറ്റത്തില്ല അതിനെ എൻഫോഴ്സിബിൾ ബൈ ലോ ആക്കാൻ. ദാറ്റ് ഈസ് കോൾഡ് വോയിഡബിൾ കോൺട്രാക്ട്. അപ്പൊ ഇനിയും ഒരു കോൺട്രാക്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അതായത് ഒരു എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആവണം, അല്ലെങ്കിൽ ഒരു ലീഗലി ഒരു എൻഫോഴ്സിബിൾ ആവണമെങ്കിൽ അതിന് കുറച്ച് എസെൻഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഓർ പ്രൊപ്പോസൽ ബൈ വൺ പാർട്ടി ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് പ്രൊപ്പോസൽ ബൈ അനദർ പാർട്ടി. ഒരാൾ ഓഫർ വെക്കുന്നു, മറ്റേ ആൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓഫർ ബൈ വൺ പാർട്ടി ആൻഡ് അക്സെപ്റ്റൻസ് ബൈ അതർ പാർട്ടി. പിന്നെ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പൊ ഒരു ലീഗലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടാവണം, അങ്ങനെ ഒരു ഇന്റൻഷനും കൂടെ വേണം. അപ്പൊ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. പിന്നെ ലോഫുൾ കൺസിഡറേഷൻ. അപ്പൊ അതിന് ലോഫുൾ ആയിരിക്കണം കൺസിഡറേഷൻ. അപ്പൊ കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ ബ്ലാക്ക് മണി തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആയിട്ട് ഒരു ആക്ടിവിറ്റി ആണ് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് പറ്റുമോ? അത് പറ്റത്തില്ല. അപ്പൊ എഗ്രിമെന്റ് ഷാൽ ബി സപ്പോർട്ടഡ് ബൈ എ ലോഫുൾ കൺസിഡറേഷൻ. അപ്പം കൺസിഡറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലോഫുൾ ആയിരിക്കണം, അല്ലാതെ ഇല്ലീഗൽ ആയിട്ടോ ക്രിമിനൽ ആക്ടിവിറ്റിയോ ഒന്നും അതിന്റെ കൺസിഡറേഷൻ ആയിട്ടാണ് പറയുന്നതെങ്കിൽ അത് ഒരു വാലിഡ് കോൺട്രാക്ട് ആവില്ല. അതുപോലെ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഷാൽ ബി കോമ്പീറ്റന്റ് ടു ദ കോൺട്രാക്ട്. രണ്ടുപേരും ഒരു കോൺട്രാക്ട് ലീഗലി ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കണം. അതായത് മൈനർ ആവാൻ പാടില്ല, അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല, അങ്ങനെ വേറെ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ രണ്ട് പാർട്ടീസും കോമ്പീറ്റന്റ് ടു ദ കോൺട്രാക്ട് ആണ്. ഇനി there shall be free consent between parties to the contract. അതായത് മറ്റൊരാളെ നമ്മൾ മനഃപൂർവ്വം ഇടിച്ച് സമ്മതിപ്പിക്കാനൊന്നും പാടില്ല, അല്ലെ? ഫ്രീ കൺസെന്റ് ആയിരിക്കണം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് കാരണമോ കൊയർഷൻ കാരണമോ വയലൻസ് കാരണമോ ഒക്കെ നമ്മൾ മറ്റൊരു പാർട്ടിയെ എന്താ ഈ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്ട് ആവില്ല. അപ്പൊ ഫ്രീ കൺസെന്റ് ഉണ്ടാവണം. ദ ഒബ്ജക്ട് ആൻഡ് കൺസിഡറേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഷാൽ ബി ലീഗൽ. ഒബ്ജക്റ്റും അതുപോലെ തന്നെ കൺസിഡറേഷനും ലീഗൽ തന്നെ ആയിരിക്കണം. ഇല്ലീഗലായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, ക്രിമിനൽ ആക്ടിവിറ്റി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഇനി ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ഷാൽ ബി സർട്ടൻ. എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ നമ്മുടെ പ്രപ്പോസൽ, അതിന് എന്താണോ കൺസിഡറേഷൻ, അത് സർട്ടൺ ആയിട്ട്
certain ആയിരിക്കണം. അല്ലാതെ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കറക്റ്റ് ആയിട്ട് എത്രയാണ് ഇപ്പം കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണെങ്കിൽ അത് എത്രയാണെന്നുള്ളത് certain ആയിരിക്കണം. അല്ലാതെ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അപ്പൊ കൺസെന്റ് ഷാൽ ബി certain. അതുപോലെ തന്നെ എഗ്രിമെന്റ് ഈസ് capable of being performed. അല്ലാതെ സൂപ്പർമാൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ മരിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒന്നും capable of being performed അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവരുത്. certain ആയിരിക്കണം. അതുപോലെ തന്നെ capable of being performed തന്നെ ആയിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് വാലിഡ് കണ്ടീഷൻസ്, എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്? ഒരു ഓഫർ ഉണ്ടാവും, ഒരു പ്രപ്പോസൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, lawful consideration, both parties should be competent to the contract, consent shall be free, object and consideration of the contract shall be legal, and consent shall be certain, it should be capable of being performed. But these are the conditions of a valid contract. ഇത് പഠിച്ചേക്കണം. ഇനി ഓഫർ എന്താ? ഈ പ്രപ്പോസലിന് തന്നെയാണ് പറയുന്നത് ഓഫർ എന്ന്. പ്രപ്പോസൽ ഇസ് അതർവൈസ് കോൾഡ് ആൻ ഓഫർ. ഓഫർ എന്ന് പറഞ്ഞാലും പ്രപ്പോസൽ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇനി the following points are to be taken into account for a valid offer. ഇനി ഒരു പ്രപ്പോസൽ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ച, ഒരു കോൺട്രാക്ട് വാലിഡ് ആവാൻ വേണ്ടിയിട്ട് ഇത്ര എസെൻഷ്യൽ കാര്യങ്ങൾ ഉണ്ടാവണം. ഇനി ഒരു വാലിഡ് ഓഫർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളോട് ഒരു പ്രപ്പോസൽ വെക്കുമ്പോഴത്തേക്ക് അത് വാലിഡ് ആണെങ്കിൽ ആൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് ഓഫർ ആയിട്ട് കൊടുക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ എലമെന്റ്സ് ആണ് വേണ്ടത്? ഒന്ന്, the offer must be clear, definite, complete and final in terms. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്താണ് നമ്മുടെ പ്രപ്പോസൽ, ഈ കാര്യമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത്, ഒന്നെങ്കിൽ ആക്ഷൻ ആവാം, അബ്സ്റ്റിനൻസും ആവാമല്ലോ. അപ്പൊ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഡെഫിനിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പാർഷ്യലി പറഞ്ഞാലും പോരാ, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനി ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. അതർ പാർട്ടിയോട് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം, അല്ലാതെ നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നുകൊണ്ട് പറ്റില്ല. ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മേ ബി ഓറൽ ഓർ റൈറ്റിംഗ്. ഒന്നെങ്കിൽ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ നമ്മൾ ലെറ്റർ ആയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഓറലിയും പറയാം. ഇനി കമ്മ്യൂണിക്കേഷൻ മേ ബി എക്സ്പ്രസ് ടേംസ് ഓർ ഇംപ്ലൈഡ് ടേംസ്. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടാവില്ല, പക്ഷെ അത് ഇംപ്ലൈഡ് ആയിരിക്കും. ഇതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രപ്പോസൽ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഫർ എന്നുള്ളത് കുറച്ച് ചിലപ്പോൾ ഇംപ്ലൈഡ് ആവും. അങ്ങനെയാവാം. ഇറ്റ് ഷുഡ് ബി ജനറൽ ഓർ സ്പെസിഫിക്. ഓഫർ മേ ബി ജനറൽ ഓർ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ചില സമയത്ത് ഓഫേഴ്സ് ഒക്കെ കാണാറുണ്ട് അല്ലെ, അതായത് ഇയർ ആൻഡ് സെയിൽ. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്താന്നുള്ളത് പറയുന്നില്ല, ചിലപ്പോൾ 50% ഓഫ്, എബവ് 40% ഓഫ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ മൊത്തത്തിൽ ഒരു പബ്ലിക്കിന് മൊത്തത്തിലായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഓഫർ ആവാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മാത്രമായിട്ട് ഒരു വൗച്ചർ കിട്ടുകയാണെങ്കിൽ അതൊരു സ്പെസിഫിക് ഓഫറാണ് അല്ലെ. ചിലപ്പോൾ ചിലർക്ക് മാത്രമായിട്ട് നമ്മൾ സ്ഥിരം കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂപ്പൺ കോഡ് അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഇനി മൊത്തത്തിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഓഫർ ആണെങ്കിലോ, ദാറ്റ്സ് കോൾഡ് ജനറൽ ഓഫർ. ഇനി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഇസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. നമ്മൾ ഏതാണോ നമ്മുടെ അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആളുടെ നോളേജിലോട്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ് പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ടാകാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഓറൽ ഓർ റൈറ്റിംഗ് ടേംസിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾക്ക് അക്സെപ്റ്റൻസ് വേണ്ടത് ആളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. Communication of offer is complete when it comes to the knowledge of person to whom the offer is made. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് ഓഫർ? ഓഫർ ക്ലിയർ ആയിരിക്കണം, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രപ്പോസൽ അത് ക്ലിയർ ആയിട്ട് ഡെഫിനിറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആരുടെ കയ്യിൽ നിന്നാണോ അക്സെപ്റ്റൻസ് വേണ്ട അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. കമ്മ്യൂണിക്കേഷൻ മേ ബി ഓറൽ ഓർ റൈറ്റിംഗ്, എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം, ഇനി ജനറൽ ഓഫർ ആവാം, സ്പെസിഫിക് ഓഫർ ആവാം. ഇനി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ്
Communication of offer is complete when it comes to the knowledge of person to whom the offer is made. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വാലിഡ് ഓഫർ ആണ് അല്ലെങ്കിൽ ഒരു വാലിഡ് പ്രപ്പോസൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഓഫറും കിട്ടി അക്സെപ്റ്റൻസും കിട്ടി കഴിഞ്ഞാൽ അതൊരു വാലിഡ് കോൺട്രാക്ട് ആവും. അപ്പൊ these are the conditions for a valid contract. റിവോക്കേഷൻ ഓഫ് ഓഫർ. റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? The proposal may be, അപ്പൊ ഓഫർ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ വെക്കുന്ന ആൾക്ക് റിവോക്കേഷൻ ഓഫ് ഓഫറും ചെയ്യാം എന്ന് പറഞ്ഞാൽ the proposal may be revoked at any time before the communication of acceptance is complete as against the proposer but not afterwards. അതായത് നമ്മൾ ഒരാളോട് ഒരു ഓഫർ പറഞ്ഞു, ഒരു പ്രപ്പോസൽ വെച്ചു, ആള് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് നമ്മളോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഈ ഓഫർ റിവോക്ക് ചെയ്യാം, ഈ ഓഫർ പിൻവലിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. എ പ്രപ്പോസസ് ബൈ എ ലെറ്റർ സെൻഡ് ബൈ പോസ്റ്റ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി. എ ബിക്ക് റിട്ടേൺ ഓഫർ ആയിരുന്നു, അത് ഹൗസ് സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്ക് അയച്ചു കൊടുത്തു. ബി അക്സെപ്റ്റ്സ് ദ പ്രപ്പോസൽ ബൈ ലെറ്റർ സെൻഡ്. ബി തിരിച്ച് ഇങ്ങോട്ട് ഒരു ലെറ്റർ അയച്ചു, അങ്ങനെ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോ എ മേ റിവോക്ക് ഹിസ് പ്രപ്പോസൽ അറ്റ് എനി ടൈം ബിഫോർ ഓർ അറ്റ് ദ മൊമെന്റ് ബി പോസ്റ്റ് ഹിസ് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ബട്ട് നോട്ട്. അപ്പൊ ലെറ്റർ നമ്മുടെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അക്സെപ്റ്റൻസ് ലെറ്റർ തിരിച്ച് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന് മുന്നേ ആ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഈ ഓഫർ റിവോക്ക് ചെയ്യും, ഈ ഓഫർ പിൻവലിക്കാം. ചിലപ്പോൾ മനസ്സ് മാറിയിട്ട് ഹൗസ് വിൽക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ പിൻവലിക്കാം. പക്ഷെ ആ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓഫർ പിൻവലിക്കാൻ പറ്റില്ല. അതാണ് റിവോക്കേഷൻ ഓഫ് ഓഫറിനകത്ത് വരുന്നത്. ഇനി അക്സെപ്റ്റൻസ് എന്താ? അഡ്മിറ്റിംഗ് ഓർ എഗ്രീയിങ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസൽ, ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഇങ്ങോട്ട് വെച്ചു, നമ്മളത് ഒന്നേ അഡ്മിറ്റ് ചെയ്തു, അതിന് എഗ്രി ചെയ്തു, അതിനെ അപ്പം അക്സെപ്റ്റൻസ് ആയിട്ട് പറയാം. അക്സെപ്റ്റൻസ് മീൻസ് അഡ്മിറ്റിംഗ് ഓർ എഗ്രീയിങ് ടു സംതിങ്. A proposes by letter to sell a house to B at a certain price. B accepts A's proposal by a letter sent by post. The communication of acceptance is complete as against A when letter is posted, as against B when the letter is received by A. അതായത് എ ബിക്ക് ലെറ്റർ ഓഫർ ചെയ്തു ഹൗസ് ഒരു സർട്ടൺ പ്രൈസിൽ. അപ്പൊ ബി അക്സെപ്റ്റ്സ് എസ് പ്രപ്പോസൽ ബൈ എ ലെറ്റർ. അപ്പൊ തിരിച്ച് ഇങ്ങോട്ടൊരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസും കൊടുത്തു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ആസ് എഗെയിൻസ്റ്റ് എയും ആസ് എഗെയിൻസ്റ്റ് ബി. എഗെയിൻസ്റ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് ദ പ്രപ്പോസൽ, എഗെയിൻസ്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നു, ഓഫർ ചെയ്യും. മറ്റേത് ഓഫറർ ആണെങ്കിൽ ബി ഓഫർ ചെയ്യും. അപ്പൊ ആസ് എഗെയിൻസ്റ്റ് എ, ആസ് എഗെയിൻസ്റ്റ് ഓഫറർ എപ്പോഴാണ്? ദ ലെറ്റർ ഇസ് പോസ്റ്റഡ് എഗെയിൻസ്റ്റ് ബി. എപ്പോഴാണോ നമ്മൾ ആൾക്ക് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആസ് എഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ കഴിഞ്ഞു. ഇനി എഗെയിൻസ്റ്റ് ഓഫറിയോ ദ ലെറ്റർ ഈസ് റിസീവ്ഡ് ബൈ എ. ആരാണോ പ്രപ്പോസൽ വെച്ചത് ആൾക്ക് തിരിച്ച് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഓഫറിയുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? ഓക്കെ. ഇനി അക്സെപ്റ്റൻസിനും ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അതെന്തൊക്കെയാണ്? ഇപ്പൊ ഓഫറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓറൽ ആവാം, റിട്ടൺ ആവാം, എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം. ഇനി കണ്ടീഷണൽ അക്സെപ്റ്റൻസ് വിൽ എമൗണ്ട് ടു റിജക്ഷൻ ഓഫ് ഓഫർ. അതായത് ഒരു പാർട്ട് മാത്രം നമുക്ക് റെഡിയുള്ളൂ. ഇപ്പൊ ഒരു ലാൻഡും ബിൽഡിങ്ങും കൂടെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ ബിൽഡിംഗ് മാത്രം മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറ്റുക? അതിന്റെ അക്കമ്പനി ചെയ്യുന്ന ലാൻഡ് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പറ്റത്തില്ല. അപ്പൊ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് വിൽ എമൗണ്ട് ടു റിജക്ഷൻ ഓഫ് ഓഫർ. ഇനി കൗണ്ടർ ഓഫർ ആണെങ്കിലോ, ഇങ്ങോട്ടൊരു ഓഫർ ആണ് വെക്കുന്നത് പക്ഷെ തിരിച്ച് നമ്മൾ വേറൊരു ഓഫർ ആണ്, ലാൻഡും ബിൽഡിങ്ങും കൂടെ ആണെങ്കിൽ ഇവിടുന്ന് ഒരു ഓഫർ വെക്കുക. അപ്പൊ കൗണ്ടർ ഓഫറും വിൽ എമൗണ്ട് ടു റിജക്ഷൻ ഓഫ് ഓഫർ. ബട്ട് കൗണ്ടർ ഓഫർ മേ ബി അക്സെപ്റ്റ് ഓർ റിജക്ട് അതർ പാർട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൗണ്ടർ ഓഫർ, അത് പിന്നെ ഒരു പുതിയ ഓഫർ ആവുക. ആദ്യത്തെ ഓഫർ അപ്പോഴത്തേക്ക് പുതിയ. അപ്പൊ കൗണ്ടർ ഓഫർ ഫോർ അക്സെപ്റ്റൻസ് വിൽ ഓൾസോ എമൗണ്ട് ടു റിജക്ഷൻ. അതുപോലെ തന്നെ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് വിൽ ഓൾസോ എമൗണ്ട് ടു റിജക്ഷൻ. ഇനി സൈലൻസോ? നമ്മളൊരു പ്രപ്പോസൽ വെച്ചു, ആള് തിരിച്ചൊന്നും മിണ്ടുന്നില്ല, അപ്പൊ സൈലന്റ് ആണ്. അപ്പം നിയർ സൈലൻസ് ഓൺ ദ പാർട്ട് ഓഫ് ഓഫറി ഡസ് നോട്ട് എമൗണ്ട് ടു അക്സെപ്റ്റൻസ്. അപ്പൊ തിരിച്ചെന്തെങ്കിലും ഓറലോ റിട്ടണോ ആയിട്ട് തിരിച്ചെന്തെങ്കിലും അറിയിച്ചാലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നമുക്കൊരു അക്സെപ്റ്റൻസ് ആയിട്ട്
പറയാൻ പറ്റത്തുള്ളൂ. അല്ല സൈലൻസ് ആണ്, തിരിച്ചൊരു റെസ്പോൺസും ഇല്ല. ആള് ലെറ്റർ പൊട്ടിച്ച് വായിച്ചു, ഇപ്പൊ എന്താ ബിക്ക് ഒരു വീട് വിൽക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കൊടുത്തു, ജസ്റ്റ് അത് പൊട്ടിച്ച് വായിച്ചു, പക്ഷെ തിരിച്ച റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. അക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറിംഗ് നമ്മൾ പറഞ്ഞു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത നമുക്ക് അക്സെപ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാരും മ്യൂട്ട് ചെയ്യണേ. ലോ ആൻഡ് എത്തിക്സ് മോളിൽ അലമാറിയിൽ മോളത്തെ കള്ളി. Acceptance should be given if there is a time limit fixed or otherwise at a reasonable time. ഒരു ഇപ്പൊ ചിലപ്പോ ഓഫറിനകത്ത് തന്നെ പറയുന്നുണ്ടാവും അല്ല ഇത്ര 1 വീക്കിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂ കോൾ ഒക്കെ വരുമ്പോഴത്തേക്ക് 1 വീക്കിനുള്ളിൽ പറയണം, 2 ഡേയ്സിനുള്ളിൽ പറയണം ഒക്കെ പറയത്തില്ല. അപ്പൊ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ അതിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഓഫർ ലാപ്സ് ആവും. നമ്മള് ഈ ഓഫേഴ്സ് ഒക്കെ ഇപ്പം ഇയർ എൻഡ് സെയിലും അതുപോലെ തന്നെ പലയിടത്തും ഓഫേഴ്സ് നടക്കുമ്പോൾ ടിൽ മന്ത് എൻഡ് എന്ന ഡേറ്റ് വരെ പറയും അല്ലെ. അപ്പൊ അത് കഴിയുമ്പോഴത്തേ പിന്നെ ഓഫർ ഇല്ല, ഓഫർ ലാപ്സ് ആവും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ, അക്സെപ്റ്റൻസിന് വാലിഡ് ആവാൻ വേണ്ടി ആദ്യം നമ്മൾ എസെൻഷ്യൽ കോൺട്രാക്ട് വാലിഡ് ആവാൻ എന്തൊക്കെ വേണമെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫർ വാലിഡ് ആവാൻ എന്തൊക്കെ കണ്ടീഷൻസാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അക്സെപ്റ്റൻസ് അതുപോലെ കണ്ടീഷൻ വാലിഡ് ആവാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അത് ഓറൽ ആവാം, റിട്ടേൺ ആവാം, അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം. ഇനി എന്തെങ്കിലും പർട്ടിക്കുലർ മെത്തേഡ് ഓഫ് അക്സെപ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ പ്രിസ്ക്രൈബ് മോഡിൽ തന്നെ ഇന്റർവ്യൂ ലെറ്റർ ഒക്കെ നമ്മളിപ്പം ചിലപ്പോ ഒന്ന് കൺഫർമേഷൻ മെയിൽ അയക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ കോപ്പി എടുത്ത് സൈൻ ചെയ്ത് അയക്കാൻ പറയാം. അങ്ങനത്തെ ഏത് പ്രിസ്ക്രൈബ് മോഡിലാണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രിസ്ക്രൈബ് മോഡിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇനി കണ്ടീഷണൽ അക്സെപ്റ്റൻസോ റിജക്ഷൻ ഓഫ് ഓഫർ ആണ്, കൗണ്ടർ ഓഫറും റിജക്ഷൻ ഓഫ് ഓഫർ ആണ്. മിയർ സൈലൻസ് ഓൺ ദ പാർട്ട് ഓഫ് ഓഫറിയോ ദാറ്റ് വിൽ നോട്ട് എമൗണ്ട് ടു അക്സെപ്റ്റൻസ്. ഇനി എന്തെങ്കിലും അക്സെപ്റ്റൻസിന് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റീസണബിൾ ടൈം പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒറിജിനൽ ഓഫർ ലാപ്സ് ആയി പോകും. വോയിഡ് എഗ്രിമെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ലെങ്കിൽ അത് ഒരു വോയിഡ് എഗ്രിമെന്റ് ആണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു അതിന്റെ ഏതൊക്കെ എഗ്രിമെന്റ്സ് ആണ് വോയിഡ് ആവുക? ഇഫ് ദ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട്സ് ആർ അൺലോഫുൾ, ലീഗൽ അല്ല, എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഒരു റെസിപ്രോക്കൽ ആക്ടിവിറ്റി ഇല്ല, ഒരു ഓഫർ മാത്രമേ ഉള്ളൂ, തിരിച്ച് ഒന്നും വരുന്നില്ല, അപ്പം അതൊരു വാലിഡ് കോൺട്രാക്ട് ആവില്ല. അപ്പൊ എഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ വോയിഡ് ആണ്. എഗ്രിമെന്റ്സ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് മാരേജ്, കല്യാണം കഴിക്കത്തില്ല, ഞാൻ ഇന്നാളെ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ്സും വോയിഡ് ആണ്. അതുപോലെ തന്നെ എഗ്രിമെന്റ്സ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്, ഇന്ന ജോലി ഞങ്ങൾ ചെയ്തില്ല, ഇനി ഈ ട്രേഡ് ഓഫ് പ്രൊഫഷൻ, ഈ ട്രേഡിൽ അല്ലെങ്കിൽ പ്രൊഫഷനിൽ ഞാൻ എൻഗേജ് ചെയ്യില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റും വോയിഡ് ആണ്. എഗ്രിമെന്റ്സ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, ലീഗലി മൂവ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലോയില് ഒരു ആക്ഷൻ വരുന്ന കാര്യത്തിൽ നമ്മൾ ലീഗൽ പ്രൊസീഡിങ്സിൽ ഒന്നും പോകത്തില്ല എന്ന് നമ്മൾ പറയുന്നതും എന്താണ്, വോയിഡ് എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ്സ് വോയിഡ് ഫോർ അൺസർട്ടൺ, സർട്ടൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഓഫറിൽ കറക്റ്റ് ആയിട്ട് സർട്ടൺ ആയിട്ട് എന്താ കാര്യങ്ങളുള്ളത് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ അത് വോയിഡ് ആണ്. എഗ്രിമെന്റ്സ് ബൈ വേ ഓഫ് വേജ് എന്ന് പറയുമ്പോൾ ബെറ്റിംഗ്, ഗാംബ്ലിംഗ് അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസും അതിനുള്ള എഗ്രിമെന്റും ഒക്കെ ആണെങ്കിലും അത് വോയിഡ് ആണ്. അപ്പൊ വോയിഡ് എഗ്രിമെന്റ്സിന് എന്താ പ്രത്യേകത, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഗലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞ വോയിഡ് എഗ്രിമെന്റ്, എല്ലാരും മ്യൂട്ട് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കൺസിഡറേഷനും ഒബ്ജക്റ്റും അൺലോഫുൾ ആണെങ്കിൽ വോയിഡ് ആവാം, വോയിഡ് എഗ്രിമെന്റ് ആണ് അത്. For example, A proposes to superintend on behalf of B illegal manufacture of indigo and an illegal traffic in other articles. B promises to pay A salary of 10,000 a year. അപ്പൊ ഇങ്ങനെ ഒരു ഇല്ലീഗൽ ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് പറഞ്ഞു, അതിനൊരു കൺസിഡറേഷൻ ആയിട്ട് ബി പറഞ്ഞു സാലറി 10,000 തരാണ്. അപ്പൊ എഗ്രിമെന്റ് വോയിഡ് ആണ്. The object of A's promise and the consideration for B's promise. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യാന്നുള്ളതാണ്. കൺസിഡറേഷൻ, ആ സാലറി ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് ഉള്ള സാലറി, ആ കൺസിഡറേഷൻ ഇല്ലീഗൽ ആണ്. അപ്പൊ ഇത് രണ്ടും അൺലോഫുൾ ആയതുകൊണ്ട് തന്നെ ദീസ് ആർ വോയിഡ് എഗ്രിമെന്റ്സ്. ഇനി എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, അപ്പൊ ഒരു കോൺട്രാക്ട് ആണെങ്കിൽ ഒരു ഓഫർ വേണം, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ വേണം, അതിന് റെസിപ്രോക്കൽ ആയിട്ട് ഒരു കൺസിഡറേഷനും വേണം.
പക്ഷേ യൂഷ്വലി കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെന്റ് എല്ലാം void ആണ്. പക്ഷെ അപ്പൊ എഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് void അൺലെസ് ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റർഡ്. പക്ഷെ ഇൻ കേസ് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിയുമ്പോഴത്തെ ഇൻഹെറിറ്റൻസ് ഒക്കെ വഴി നമുക്ക് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസ് നമുക്ക് അങ്ങനത്തെ ഒക്കെ ഇൻഹെറിറ്റൻസ് വഴി ചില കാര്യങ്ങളൊക്കെ ലാൻഡ് ഒക്കെ നമുക്ക് ഇൻഹെറിറ്റ് ആവും അല്ലെ. അങ്ങനത്തെ ഒക്കെ കേസുകൾ നമ്മൾ തിരിച്ച് റെസിപ്രോക്കൽ നമുക്ക് ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ പേരൻസ് തന്ന പ്രോപ്പർട്ടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ റെസിപ്രോക്കൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു കൺസിഡറേഷൻ അതിന് പൈസ ഒന്നും നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, അതായത് ഇൻഹെറിറ്റൻസ് ഒക്കെ വഴി കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു കൺസിഡറേഷൻ ഇല്ല, ബട്ട് സ്റ്റിൽ അതൊരു എഗ്രിമെന്റ് തന്നെയാണ്. അപ്പൊ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ യൂഷ്വലി void ആണ്. പക്ഷെ ഇങ്ങനത്തെ ഈ 3 കേസുകളിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും എഗ്രിമെന്റ് void അല്ല. എഗ്രിമെന്റ് ലീഗൽ ആണ്. void അല്ലെന്ന് പറഞ്ഞാൽ ലീഗൽ ആണ്. You promise to compensate for something done. A promise to compensate wholly or in part a person who has already voluntarily done something. വോളണ്ടറിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് അഗേൻസ്റ്റ് തിരിച്ച് ഒരു നമ്മൾ ഈ വോളണ്ടിയർ ചെയ്ത ഒരു റെഡ് ക്രോസിന്റെ ആക്ടിവിറ്റീസ് അതിനൊന്നും തിരിച്ച് റെസിപ്രോക്കലായി നമുക്ക് കൺസിഡറേഷൻ കിട്ടുന്നില്ല. പക്ഷെ അത് ലീഗലാണോ? ലീഗലാണ്, void അല്ല. അപ്പൊ അങ്ങനത്തെ കേസ് വോളണ്ടറിലി നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും എന്താണ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അത് void അല്ല. ഇനി പ്രോമിസ് ടു പേ എ ഡെറ്റ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ലോ. അതായത് ഇപ്പൊ ഡെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 3 ലിമിറ്റേഷൻ ലോ പറയുന്നുണ്ട്. ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് വെച്ചിട്ട് 3 ഇയേഴ്സിനുള്ളിൽ ഒന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെറ്ററും ക്രെഡിറ്ററും ഉണ്ടെന്നിരിക്കട്ടെ. ഈ ക്രെഡിറ്റർ ഡെറ്റർ കൊടുക്കാനുണ്ട് കാശ്, അപ്പൊ ക്രെഡിറ്റർ 3 വർഷമായിട്ട് ലീഗലി ഒന്നും ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ ക്രെഡിറ്ററിന് പോയി ലീഗലി ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ പിന്നെ നമുക്ക് ഡെറ്റ് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പ്രോമിസ് അതിന്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ, അതായത് പിന്നെ ഈ ഡെറ്റർ വന്നിട്ട് പറയാണ് ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ഒരു കൺസിഡറേഷൻ ഇല്ല, ബട്ട് സ്റ്റിൽ ആ എഗ്രിമെന്റ് void അല്ല. അപ്പൊ 3 കാര്യങ്ങളിലാണ്. അപ്പൊ 3 കാര്യങ്ങളിൽ യൂഷ്വലി എഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ void ആണ്. പക്ഷെ ഈ 3 കേസുകളിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും എഗ്രിമെന്റ്സ് എല്ലാം വാലിഡ് ആണ്. അപ്പൊ എന്താണ് ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ്, അപ്പൊ രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡീഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഈസ് രജിസ്റ്റേർഡ്. അപ്പൊ ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, ലവ് ഓഫ് അഫെക്ഷൻ വഴിയാണ് അതുള്ളത്. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ സംതിങ് ഡൺ, അതായത് വോളണ്ടറിലി ഒരു ആക്ടിവിറ്റി ആണ്, അല്ലെങ്കിൽ എ പ്രോമിസ് ടു പേ ടൈം ബാർ ഡെറ്റ്, അങ്ങനത്തെ കേസുകളിലും കൺസിഡറേഷൻ ഇല്ലെങ്കിലും void അല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A for natural love and affection promises to give his son 1,000. Put his promise B into writing and registered it. അപ്പൊ എന്താ കോൺട്രാക്ട് ആയി. പക്ഷെ ഒരു കൺസിഡറേഷൻ ഒന്നും ഇല്ല. B സൺ തിരിച്ചൊന്നും കൊടുക്കുന്നില്ലല്ലോ. പക്ഷെ ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യും? അതൊരു കോൺട്രാക്ട് തന്നെയാണ്, അത് void അല്ല. ഇനി A owes B 1,000 rupees. A Bക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്. പക്ഷേ ഈ ഡെറ്റ് ഈസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ലീഗൽ എൻഫോഴ്സിബിലിറ്റി കഴിഞ്ഞു. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഇത്ര പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ആ ഡെറ്റ് ഒന്നും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ടൈം ബാർഡായി, അപ്പൊ ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ല, പിന്നെ ഒരു കൺസിഡറേഷൻ ഇല്ല അതിന്. പക്ഷെ സയൻസ് പിന്നെ വന്നിട്ട് പറയാണ്, ആ ഡെറ്റർ പറയാണ് ഞാൻ കാശ് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വാലിഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് എല്ലാരും മ്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാവോ? ഇടയ്ക്കിടയ്ക്ക് ആരുടെയൊക്കെയോ സൗണ്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? നമുക്ക് ഏതൊക്കെയാ വോയിഡ് എഗ്രിമെന്റ്സിന് എക്സാമ്പിൾ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ആദ്യം കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അൺലോഫുൾ ആണെങ്കിൽ void ആണ്. ഇനി എഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷനും void ആണ്. ഇനി എഗ്രിമെന്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ void അല്ലാത്ത കേസുകൾ നമ്മൾ നോക്കി. ഇനി എഗ്രിമെന്റ്സ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് മാരേജ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് മാരേജ് void ആണ്. അതായത് ഒരാളെ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ്, അത്
വോയിഡ് ആണ്. ഇനി എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്, ഇന്ന ട്രേഡ് നമ്മൾ ചെയ്യത്തില്ല, ഇന്ന ആക്ടിവിറ്റി നമ്മൾ ചെയ്യത്തില്ല, പ്രൊഫഷൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ്, അല്ലെങ്കിൽ അത് തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള എഗ്രിമെന്റ്. അപ്പൊ അങ്ങനത്തെ കേസുകളും വോയിഡ് ആണ്. അപ്പം പക്ഷേ ഇൻ കേസ് ഗുഡ് വിൽ ഈസ് സോൾഡ്, അപ്പം അതായത് ഇതിന്റെ റിസ്ട്രെയിന്റ് ഓഫ് എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് യൂഷ്വലി വോയിഡ് ആണ്. പക്ഷേ എക്സെപ്ഷൻ എഗ്രിമെന്റ്സ് ഗുഡ് വിൽ ഈസ് സോൾഡ്, അതായത് ഒരാൾ ഗുഡ് വിൽ ഒക്കെ സെൽ ചെയ്ത് കഴിയുമ്പോൾ, അതായത് പേറ്റന്റ് അങ്ങനത്തെ കേസുകളൊക്കെ ആണെങ്കിൽ അന്നേരം പിന്നെ റിഫ്രൈൻ ചെയ്യാൻ പറ്റുമല്ലോ. goodwill of a business is one who sells the goodwill of a business may agree with the buyer to refrain from carrying on a similar business. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പേറ്റന്റ് എന്നിട്ട് നമ്മൾ ആളോട് പറയണം ഇങ്ങനത്തെ സിമിലർ ആക്ടിവിറ്റി ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോയിഡ് അല്ല. അല്ലാത്ത പക്ഷം നമ്മൾ നോർമലി ഒരാളോട് പറയാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോയിഡ് ആണ്. പക്ഷെ ഗുഡ്വിൽ നമ്മൾ പേറ്റന്റ് ട്രേഡ് മാർക്ക് ഒക്കെ എടുത്തിട്ട് ആണ് ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗുഡ്വിൽ വാങ്ങിച്ചിട്ടാണ് ആളോട് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നതെങ്കിൽ അത് വോയിഡ് അല്ല. കാരണം ഓൾറെഡി ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു, ആ പേറ്റന്റ് അല്ലെങ്കിൽ ആ ട്രേഡ് മാർക്ക് അങ്ങനെ ടൈറ്റിൽ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആളോട് പറയുന്നത് ഇങ്ങനത്തെ സിമിലർ ആക്ടിവിറ്റി ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാലിഡ്. ഇനി എഗ്രിമെന്റ്സ് ഇൻ റീസ്ട്രെയിന്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, നമ്മൾ ലീഗലി മൂവ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ലോ ഓൾറെഡി ആപ്ലിക്കബിൾ ആണെന്നുള്ള കേസുകളിൽ നമ്മൾ ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഒന്നും ഇതിന് ചെയ്യില്ല എന്ന് പറയുന്നതും എന്താണ്, വോയിഡ് എഗ്രിമെന്റ് ആണ്. പക്ഷെ അതിനും ഉണ്ട് എക്സെംഷൻസ്. എന്തൊക്കെയാ? ആർബിട്രേഷൻ നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാരണ്ടി എഗ്രിമെന്റ് ഓഫ് എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനത്തെ കേസുകളിലൊക്കെ ലീഗൽ പ്രൊസീഡിങ്സ് അല്ല, ആ ലീഗൽ പ്രൊസീഡിങ്സിലോട്ടല്ല നമ്മൾ പോകുന്നത്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രണ്ട് പാർട്ടീസ് എഗ്രി ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തുതീർപ്പാക്കും. ആർബിട്രേഷൻ ഓർ കൗൺസിലേഷൻ ആക്ട് വഴി അങ്ങനെ എഗ്രിമെന്റിൽ അവർ ഏർപ്പെടും. അതായത് വേറെ കേസ് കൊടുക്കാനോ സ്യൂ ചെയ്യാനോ ഒന്നും പോകത്തില്ല, അവർ തമ്മിൽ ഒത്തുതീർപ്പാക്കും എന്ന് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ലീഗൽ പ്രൊസീഡിങ്സിനൊന്നും പോകുന്നില്ലല്ലോ. പക്ഷെ സാധാരണ ലീഗൽ പ്രൊസീഡിങ്സിന് പോയില്ലെങ്കിൽ അത് വോയിഡ് ആണ്. പക്ഷെ ആർബിട്രേഷന് എഗ്രിമെന്റ് നേരത്തെ ഉണ്ടെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സ് അല്ല, ആർബിട്രേഷനിലോട്ടായിരിക്കും ഈ പാർട്ടീസ് മൂവ് ചെയ്യുന്നത്. ഇനി ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഒരു ഗ്യാരണ്ടി എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, അതായത് യൂഷ്വലി ഉള്ള ഇപ്പം ലോൺ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വെച്ചിട്ട് പറയാണ്, സാധാരണ അതായിരിക്കത്തില്ല അതിന് ലീഗൽ ആപ്ലിക്കബിലിറ്റി. പക്ഷെ അവർ തന്നെ ആ രണ്ട് പാർട്ടീസ് നമ്മൾ ഓൾറെഡി ഒരു എഗ്രിമെന്റ് ഉണ്ട്, ബാങ്കും അതായത് ആ പാർട്ടിയും ബാങ്കും തമ്മിൽ ഓൾറെഡി വേറൊരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടേംസ് ഓഫ് ഗ്യാരണ്ടി പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ടേംസ് ഓഫ് കോൺട്രാക്ട് പോലെ ആയിരിക്കും പിന്നെ മൂവ് ചെയ്യുന്നത്. യൂഷ്വലി പോലെ ആയിരിക്കില്ല. 2-3 കേസുകളിലാണ് ലീഗൽ പ്രൊസീഡിങ്സിന് മൂവ് ചെയ്തില്ലെങ്കിലും വാലിഡ് ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ ഓൾറെഡി ആ പാർട്ടീസ് തമ്മിൽ ഒരു ആർബിട്രേഷൻ എഗ്രിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറൊരു പാർട്ടിയും തമ്മിലുള്ള എഗ്രിമെന്റ്. അപ്പൊ അവർ രണ്ടുപേരും അവരുടെ എഗ്രിമെന്റ് എന്താണോ ആ ഒരു രീതിയിലായി മൂവ് ചെയ്യുന്നത്, അല്ലാതെ പിന്നെ ലീഗൽ പ്രൊസീഡിങ്സിന് പോകുന്നില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിലും ലീഗൽ പ്രൊസീഡിങ്സ് ഇല്ലെങ്കിലും വാലിഡ് ആണ്. ഇനി എഗ്രിമെന്റ്സ് വോയിഡ് ഫോർ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഒരു വാലിഡ് കോൺട്രാക്ട് ആകാൻ വേണ്ടിയിട്ട് എന്താണ് അതിന്റെ മോഡ് ഓഫ് അക്സെപ്റ്റൻസ്, എല്ലാം സർട്ടൺ ആയിരിക്കണം. എന്താണോ പ്രൊപ്പോസൽ, എന്താണോ അക്സെപ്റ്റൻസ്, എന്താണോ കൺസിഡറേഷൻ, എല്ലാം സർട്ടൺ ആയിരിക്കണം. അപ്പൊ ഈ അൺസർട്ടനിറ്റി ഉള്ള കേസുകളിലെല്ലാം എഗ്രിമെന്റ് വോയിഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അഗ്രീസ് ടു ബി 100 tons ഓഫ് ഓയിൽ, എന്ത് ഓയിലാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനത്തെ കേസുകളിൽ സർട്ടനിറ്റി ഇല്ല, ഏത് ഓയിലാ ഒന്നും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഏത് ഒബ്ജക്റ്റാന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ എഗ്രിമെന്റ് വോയിഡ് ആണ്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ അല്ല, ഇപ്പം ശരിക്കും ഒരു കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഓൾറെഡി ഇംപ്ലൈഡ് ആണല്ലോ ഏത് ഓയിൽ ആയിരിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ കേസുകൾ കുഴപ്പമില്ല. അല്ലാതെ വെറുതെ വാഗായിട്ടുള്ള ഇങ്ങനത്തെ എഗ്രിമെന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. അപ്പം ഈ ഒബ്ജക്റ്റ് അതുപോലെ തന്നെ എഗ്രിമെന്റ് പ്രൊപ്പോസൽ എല്ലാം സർട്ടൺ ആയിരിക്കണം.
അപ്പൊ അൺസർട്ടനിറ്റി കേസുകളിൽ എഗ്രിമെന്റ് വോയിഡ് ആവും. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ അഗ്രീസ് ടു സെൽ ബി മൈ വൈറ്റ് ഹോഴ്സ് ഫോർ 500 or 1000. There is nothing to show which of the two prices. ഇവിടെ കറക്റ്റ് ആയിട്ട് സർട്ടൻ ആയിട്ട് പറയുന്നില്ല, 1000-നാണോ എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അതും സർട്ടനിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ എഗ്രിമെന്റ് വോയിഡ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഗ്രിമെന്റ്സ് ബൈ വേ ഓഫ് വേജർ, അതായത് ഗാംബ്ലിംഗ്, ബെറ്റിംഗ് അങ്ങനത്തെ കേസുകളിലൊക്കെ അങ്ങനെ അതിനു വേണ്ടിയുള്ള എഗ്രിമെന്റ്, അങ്ങനത്തെ ഒക്കെ കേസുകളിൽ വോയിഡ് ആണ്. പക്ഷേ ഹോഴ്സ് റേസിംഗുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ വോയിഡ് അല്ല. അപ്പം എക്സെപ്ഷൻ എന്ന് പറയുന്നത് സർട്ടൻ പ്രൈസസ് ഫോർ ഹോഴ്സ് റേസിംഗ്. അപ്പൊ എഗ്രിമെന്റ് മെയ്ഡ് ഓർ എൻഡഡ് ടു ബി മെയ്ഡ് ഫോർ പ്രൈസ് സം ഓഫ് മണി ഓഫ് വാല്യൂ 100. അപ്പൊ ഇങ്ങനൊരു ഹോഴ്സ് റേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ആണെങ്കിൽ അത് വാലിഡ് ആണ്. അല്ലാത്ത കേസുകളിൽ വേജറിംഗ് എഗ്രിമെന്റ്സ് അതുപോലെ തന്നെ ഗാംബ്ലിംഗ് എഗ്രിമെന്റ്സ് എല്ലാം വോയിഡ് ആണ്. അപ്പൊ നമ്മൾ നോക്കിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ്സ് വോയിഡ് ആവുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയത്. അതിന് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് അൺലോഫുൾ ആണെങ്കിൽ വോയിഡ് എഗ്രിമെന്റ് ആണ്. ഇനി കൺസിഡറേഷൻ ഇല്ലാത്ത കേസുകളിൽ എഗ്രിമെന്റ് വോയിഡ് ആണ്. എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് മാരേജ് വോയിഡ് ആണ്. എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് agreements in restraint of legal proceedings. പിന്നെ അൺസർട്ടൺ ആണ്, എന്താണ് അതിന്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒബ്ജക്റ്റ് എന്നുള്ളത് അൺസർട്ടൺ ആണെങ്കിൽ എഗ്രിമെന്റ് വോയിഡ് ആണ്. എഗ്രിമെന്റ്സ് ബൈ വേ ഓഫ് വേജർ, ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ബെറ്റിംഗ് ആക്ടിവിറ്റീസ് അതിനുവേണ്ടിയുള്ള എഗ്രിമെന്റ്സും വോയിഡ് ആണ്. ഇനി കൺസിഡറേഷൻ എന്താണെന്നുള്ളത് നമ്മളൊരു പ്രൊപ്പോസൽ വെച്ചു, അതിന് റെസിപ്രോക്കലായിട്ട് എന്താണെന്നുള്ളതാണ് കൺസിഡറേഷൻ. അപ്പൊ കൺസിഡറേഷൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, ആരാണോ ഓഫർ വെക്കുന്നത് ആളുടെ ഡിസയർ അനുസരിച്ച്. അപ്പൊ ഡിസയർ ഓഫ് ദ പ്രോമിസർ ഓർ ദ പ്രോമിസി or at any other person has done or abstained from doing or does or abstains from doing or promises to do. അപ്പൊ പ്രസന്റ് ആവാം, പാസ്റ്റ് ആവാം, പ്രസന്റ് ആവാം, ഫ്യൂച്ചർ ആവാം. അപ്പം promises to do or abstain from doing something or such act or abstinence or promise is called consideration. അപ്പൊ ആള് തിരിച്ചു പറയുകയാണ് എന്തെങ്കിലും ചെയ്യാം, ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചെയ്യാതിരിക്കാം എന്ന് പറയുന്നതിനാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് മസ്റ്റ് ബി അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, ആരാണോ ആ പ്രപ്പോസൽ വെക്കുന്നത് ആളുടെ ഡിസയർ അനുസരിച്ച് ഈ എതിർകക്ഷി എന്താണോ ചെയ്യുന്നത് അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓഫറിന് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ആയിരിക്കണം അല്ലെ, അല്ലാതെ വേറെ എന്തെങ്കിലും കൺസിഡറേഷൻ എന്നുണ്ടെങ്കിൽ പറ്റില്ല. Consideration must be at the desire of the promiser. Consideration may move from the promisee or any other person. അല്ലെങ്കിൽ ഈ ആളെ കൊണ്ട് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നതാവാം ചിലപ്പോൾ കൺസിഡറേഷൻ. അല്ലെങ്കിൽ ഞാൻ ചെയ്യാം, ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെയ്യാം, ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാതിരിക്കാം. അപ്പൊ അതും കൺസിഡറേഷൻ ആവാം. അപ്പൊ കൺസിഡറേഷൻ മസ്റ്റ് ബി അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, ആരാണോ പ്രൊപ്പോസൽ വെക്കുന്ന ആളുടെ ഡിസയർ അനുസരിച്ചായിരിക്കണം. ഇനി കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ എക്സിക്യൂട്ടറി ഓർ ഫ്യൂച്ചർ. യൂഷ്വലി കൺസിഡറേഷൻ ഒക്കെ കൂടുതലും എക്സിക്യൂട്ടറി അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവാം അല്ലെ. ഇറ്റ് മീൻസ് ഇറ്റ് മേക്സ് ഫ്രം ദ പ്രോമിസി ടു ബി പെർഫോംഡ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുന്നതാവാം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് അല്ലെങ്കിൽ പ്രസന്റ് ടൈമിലുള്ളതാവാം, അല്ലെങ്കിൽ പാസ്റ്റ് ആവാം. പാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കൺസിഡറേഷൻ കൊടുത്തു എന്ന് വെച്ചാൽ അഡ്വാൻസ് ഒക്കെ നേരത്തെ കൊടുത്തു, അങ്ങനത്തെ കേസുകളൊക്കെ ആണെങ്കിലോ കൺസിഡറേഷൻ ഓൾറെഡി കൊടുത്തു, പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ട് അല്ലെങ്കിൽ സർവീസ് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെയാണ് പാസ്റ്റ് എന്ന് പറയുന്നത്, പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സിക്യൂട്ടറി ഒരു ഫ്യൂച്ചർ ആവാം. A makes an engagement with B to marry her in future. അപ്പൊ എൻഗേജ്മെന്റ് ഓൾറെഡി നടന്നു, അതൊരു എഗ്രിമെന്റ് ആണ് അല്ലെ. അപ്പം ഫ്യൂച്ചർ, അതിന്റെ കൺസിഡറേഷൻ ഫ്യൂച്ചറിലാണ് വരുന്നത്. ഇനി എക്സിക്യൂട്ടഡ് ഓർ പ്രസന്റ്, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഫോർബിയറൻസ് made or suffered from. ഇപ്പൊ പ്രസന്റ് ആക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ പാസ്റ്റ്. It means a past act or forbearance, that is to say, an act constituting consideration took place and complete before the promise is made. Already consideration കഴിഞ്ഞു, അതായത് അഡ്വാൻസ് ഒക്കെ പേ ചെയ്യുന്ന അങ്ങനത്തെ കേസുകളിൽ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടു, പക്ഷെ അതിനുള്ള കൺസിഡറേഷൻ, അതിനുള്ള സർവീസ് ഫ്യൂച്ചർ ഇതില് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കൺസിഡറേഷൻ ഓൾറെഡി പാസ്റ്റിൽ കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഇറ്റ് മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ person. Consideration must be something of value.
ഇനി അതുപോലെ തന്നെ ആക്ട് ആവാം, അബ്സ്റ്റൻസ് ആവാം, ഓർ ഫോർബിയറൻസ് ഓർ റിട്ടേൺ പ്രോമിസ്. ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് ആവാം, ഫോർബിയറൻസും ആവാം, പിന്നെ പാസ്റ്റ് പ്രസന്റ് ഓർ ഫ്യൂച്ചർ ആവാം. ഷുഡ് നോട്ട് ബി അൺലോഫുൾ, ലീഗൽ ആയിരിക്കണം. ക്രിമിനൽ ആക്ടിവിറ്റിയോ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ ആവാൻ പാടില്ല. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡ്വക്കേറ്റ്, കറക്റ്റ് എന്തെങ്കിലും സംതിങ് ഇൻ റിട്ടേൺ ആണ്, അല്ലാതെ കറക്റ്റ് ഇന്ന മെഷർമെന്റ് അങ്ങനെയൊന്നും ഇല്ല പറയുന്നില്ല. അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ചില കേസുകളൊക്കെ നോക്കുമ്പോൾ കൺസിഡറേഷൻ ആഡ്വക്കേറ്റ് ആവത്തില്ല. ഹോഴ്സിനൊക്കെ 100 രൂപയ്ക്ക് ഒരു ഹോഴ്സിനെ വിൽക്കുക എന്ന് പറയുമ്പോൾ കൺസിഡറേഷൻ അവിടെ ആഡ്വക്കേറ്റ് അല്ല. പക്ഷെ അപ്പം എപ്പോഴും കൺസിഡറേഷൻ ആഡ്വക്കേറ്റ് ആവണം എന്ന് തന്നെ ഇല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും കൺസിഡറേഷൻ ആയിട്ട് ഉണ്ടായാൽ മതി. ഇനി ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇല്യൂഷണറി, ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഓപ്പോസ് ടു പബ്ലിക് പോളിസി. ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഒബ്ലിഗേഷനും ആവാം. അപ്പൊ ഇതൊക്കെയാണ് ലീഗൽ റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ. അപ്പൊ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ട് ആവാം, അല്ലെങ്കിൽ അബ്സ്റ്റിനൻസ് ഫ്രം ഡൂയിങ് സംതിങ് ആവാം. ഇറ്റ് മസ്റ്റ് ബി അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ, ഇറ്റ് മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. പിന്നെ അത് എക്സിക്യൂട്ടറി ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവാം, അതായത് പാസ്റ്റ് പ്രസന്റോ ഫ്യൂച്ചർ ആവാം. പിന്നെ ലോഫുൾ ആയിരിക്കണം, സർട്ടൺ ആയിരിക്കണം. അതൊക്കെ യൂഷ്വലി എല്ലാത്തിനും പറയുന്നത്. ഷുഡ് നോട്ട് ബി അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി, അങ്ങനെ യൂഷ്വലി പറയുന്ന എല്ലാ കാര്യങ്ങളും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത് വാലിഡ് എഗ്രിമെന്റ് ആവത്തില്ല, അതപ്പം വോയിഡ് ആവും. അപ്പം വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്റ്റും ആവില്ല. അപ്പം പക്ഷെ അങ്ങനെ ചില എക്സെപ്ഷണൽ കേസുകൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ഓർ അഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ വോളണ്ടറി സർവീസസ്, അല്ലെങ്കിൽ പ്രോമിസ് ടു പേ ടൈം ബാർ ഡെത്ത്, ഇത് മൂന്ന് നമ്മൾ എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞല്ലേ. അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും എഗ്രിമെന്റ് വാലിഡ് ആണ്. അപ്പൊ അങ്ങനത്തെ കേസുകൾ കോൺട്രാക്റ്റും വാലിഡ് ആണ്, നോട്ട് വോയിഡ്. കൺസിഡറേഷൻ ഇസ് നോട്ട് വോയിഡ് ആൻഡ് സോ ദ കോൺട്രാക്ട് ഈസ് വാലിഡ്. ഇനി സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഓർ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, doctrine of privity of contract means that the contract is between parties only and no third party can sue upon it. അപ്പൊ നമ്മൾ രണ്ട് പാർട്ടീസ് ഉണ്ട്, അവർ തമ്മിലാണ് എഗ്രിമെന്റ്, അവർ തമ്മിലാണ് കോൺട്രാക്ട്. ഇനി അതിനകത്തൊരു തേർഡ് പാർട്ടിക്ക് അതിനൊരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി കൊണ്ടുവരാൻ പറ്റില്ല, അതായത് വേറൊരു പാർട്ടിക്ക് പോയി സൂ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇതിനകത്ത് ഏത് പാർട്ടിയാണോ അഫക്റ്റഡ് അവർക്കേ പോയി സൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് അല്ലെങ്കിൽ അവർക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനും ഉണ്ട് കുറച്ച് എക്സെപ്ഷൻസ്. ബെനിഫിഷ്യറീസ് അണ്ടർ എ ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ട്രസ്റ്റിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ ആ കോൺട്രാക്ട്, പക്ഷെ പിന്നെ ട്രസ്റ്റിന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കേസുകൾ അതിന്റെ ട്രസ്റ്റിന്റെ ബെനിഫിഷ്യറീസ് ആയിരിക്കും ലീഗലി മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ, ഈ പറയുന്ന കേസുകളിൽ ചിലപ്പോൾ ഏജൻസി, പ്രിൻസിപ്പൽ ഏജന്റ്, പ്രിൻസിപ്പളുമായിട്ടായിരിക്കും കോൺട്രാക്ട്, പക്ഷെ ഏജന്റ് ആയിരിക്കും ലീഗലി മൂവ് ചെയ്യുന്നത്. അക്നോളജ്മെന്റ് ഓഫ് എക്സ്റ്റോപ്പൽ ഓർ മാരേജ് സെറ്റിൽമെന്റ്, പാർട്ടീഷൻ, ഫാമിലി അറേഞ്ച്മെന്റ്സ്, അവിടെയൊക്കെ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് അല്ലാതെ ഇപ്പൊ HUF-നകത്തൊക്കെ കറക്റ്റായിട്ടായിരിക്കും കോൺട്രാക്ട്, പക്ഷെ ചിലപ്പോൾ കോപാസനറിനും ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് ഇൻഷുറൻസ് പോളിസി, അതായത് നോമിനി ആരാണ് അവർക്കൊക്കെ ചിലപ്പോൾ ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അക്നോളജ്മെന്റ് ഓർ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ, വൺസ് നമ്മൾ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനത്തെ കേസുകളിൽ, ഈ പറഞ്ഞ കേസുകളിൽ ഈവൻ സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ടു എ കോൺട്രാക്ട് അവർക്കും ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ ബെനിഫിഷ്യറീസിന് മൂവ് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഓഫ് എ ട്രസ്റ്റ്, അല്ലെങ്കിൽ ഏജൻസി, പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ പ്രിൻസിപ്പൽ അഗെയിൻസ്റ്റ് ആയിരിക്കും നമ്മൾ കോൺട്രാക്ട് വെച്ചിട്ടുള്ളത്, പക്ഷെ അവിടെ ഏജന്റിനും ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. പാർട്ടീസ് ടു ദ കോൺട്രാക്ട് അല്ലെങ്കിൽ പോലും ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. ഇനി ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട്. അപ്പൊ നമ്മൾ ആദ്യം തൊട്ടേ പറയാവുന്നതാണ്, എല്ലാം ലോഫുൾ ആയിരിക്കണം. അപ്പൊ ഒബ്ജക്ട് ഓഫ് ദ കോൺട്രാക്ട് ഇസ് അൾട്ടിമേറ്റ് പർപ്പസ് ഫോർ വിച്ച് ദ കോൺട്രാക്ട് സെർവ്സ്. അപ്പൊ എന്തെങ്കിലും അപ്പൊ കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട് ഓഫ് എൻ എഗ്രിമെന്റ് ഈസ് ലോഫുൾ അൺലെസ് ഇറ്റ് ഈസ്, എങ്ങനെയൊക്കെയാണ് അപ്പൊ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അൺലോഫുൾ ആവാൻ പാടില്ല, ഇല്ലീഗൽ ആവാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ എപ്പോഴാണ് അൺലോഫുൾ അല്ലെങ്കിൽ അൺലോഫുൾ ആവുന്ന കേസുകൾ എപ്പോഴൊക്കെയാണ്? if it is forbidden by law, if it is of such nature permitted, it would defeat the provisions of law, അല്ലെങ്കിൽ അത് ഫ്രോഡുലന്റ് ആണ്, അല്ലെങ്കിൽ ഇഞ്ചുറി, വേറൊരാൾക്ക് ഇഞ്ചുറി വരുന്ന കേസുകളാണ്, അല്ലെങ്കിൽ ഇമ്മോറൽ ആണ്, ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ്. അപ്പൊ ഇങ്ങനത്തെ കേസുകളിലൊക്കെയാണ്
അൺലോഫുൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ അല്ലാത്ത പക്ഷം ലോഫുൾ ആണ്. ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് നമ്മുടെ എൻറ്റയർ കോൺട്രാക്റ്റിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒബ്ജക്ട് ഓഫ് ദ എന്താണോ പർപ്പസ് അല്ലെങ്കിൽ എന്താണോ കൺസിഡറേഷൻ അതെല്ലാം ലോഫുൾ ആയിരിക്കും. ഇനി എപ്പോഴാണ് ലോഫുൾ അല്ലാത്തത്? ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, ഇഫ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് പ്രൊവിഷൻസ് ഓഫ് ലോ, ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലന്റ് ഓർ ഇറ്റ് കോസസ് ഇഞ്ചുറി ഓർ it causes injury to the person or property of another person, if it is immoral or opposed to public policy. അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ ഒബ്ജക്ട് പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട് എന്താവും? അൺലോഫുൾ ആവും. അപ്പം പിന്നെ നമ്മുടെ കോൺട്രാക്ട് വാലിഡ് ആവില്ല. എക്സാമ്പിൾ നോക്കിയേ, A, B and C enter into an agreement for division among them the gains acquired or to be acquired by them by fraud. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്ട് ഓഫ് ദ കോൺട്രാക്ട് എന്താണ്? ഇല്ലീഗൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഗ്രിമെന്റ് വോയിഡ് ആണ്. ഇറ്റ്സ് ബിക്കോസ് ദ ഒബ്ജക്ട് ഈസ് അൺലോഫുൾ. ഇനി A promises to obtain for B an employment in public service employees. അപ്പൊ അങ്ങനെ കൈക്കൂലി വാങ്ങിച്ചു. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ ആണെങ്കിലും ഒബ്ജക്ട് അൺലോഫുൾ ആയതുകൊണ്ട് തന്നെ കോൺട്രാക്ട് വാലിഡ് അല്ല, എഗ്രിമെന്റ് വോയിഡ് ആണ്. അതുപോലെ തന്നെ കോൺട്രാക്ട് വാലിഡ് അല്ല. അപ്പൊ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട് വേണം ഒരു കോൺട്രാക്ട് വാലിഡ് ആവാൻ വേണ്ടിയിട്ട്, എഗ്രിമെന്റ് വാലിഡ് ആവാൻ വേണ്ടിയിട്ട് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട്, അതായത് ലീഗൽ ആയിരിക്കണം, അൺലോഫുൾ ആവാൻ പാടില്ല. ഇനി എന്താണ് ഈ കോൺട്രാക്ട്സ്? ഈ കോൺട്രാക്ട്സ് പറഞ്ഞാൽ എന്താ? പേപ്പർലെസ്, ഇലക്ട്രോണിക് ഫോമിലാണ്. അതുകൊണ്ട് തന്നെ പേപ്പർലെസ്. എന്തായാലും ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾറെഡി നമ്മളൊരു കോൺട്രാക്ടിന് പറയുന്ന എല്ലാ എഗ്രിമെന്റ്സും എല്ലാ ഇൻഗ്രീഡിയൻസും അതിനുണ്ടാവണം, എലമെന്റ്സും ഉണ്ടാവണം. അതായത് ഒരു ഓഫർ ഉണ്ടാവും, ഓഫർ ഈസ് ടു ബി മെയ്ഡ്, ഓഫർ അക്സെപ്റ്റും ചെയ്തു, ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം, പാർട്ടീസിന് ലീഗൽ റിലേഷൻ, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇനി പാർട്ടീസ് ഷുഡ് ബി കോമ്പീറ്റന്റ്, അൺസൗണ്ട് ആവാൻ പാടില്ല, മൈനർ ആവാൻ പാടില്ല, രണ്ട് പാർട്ടീസും കോമ്പീറ്റന്റ് ആവണം. And there must be free and genuine consent എന്ന് പറയുമ്പോൾ കൊയേർഷൻ കാരണമോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് കാരണമോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ അതുവഴി ഒന്നും ആവാൻ പാടില്ല കൺസെന്റ്. ഇനി ഒബ്ജക്ട് ഓഫ് ദ കോൺട്രാക്ട് ലോഫുൾ ആയിരിക്കണം. ഇനി സെർട്ടനിറ്റി ആൻഡ് അൺസെർട്ടൻ ആവാൻ പാടില്ല, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ടാവണം. അപ്പൊ ഈ കണ്ടീഷൻസ്, എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഇതിന് ആപ്ലിക്കബിൾ ആണ്. എന്തായാലും പിന്നെ ഡിഫറൻസ്? കുറച്ചുകൂടെ സ്പീഡി ആയിരിക്കും, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. ഈ ഇലക്ട്രോണിക് ആയിട്ടൊക്കെ ഇമെയിൽ ഒക്കെ സെൻഡ് കഴിഞ്ഞാൽ അതായത് കുറച്ചുകൂടെ പ്രൂഫ് ആണ്, ഓറലി പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ പ്രൂഫ് അല്ലേ. അപ്പൊ പേപ്പർലെസ് കോൺട്രാക്ട് ആണ് ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓൾ എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ കോൺട്രാക്ട് ഇതിന് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡി ആണ്, ആക്യുറേറ്റ് ആണ്, കുറച്ചുകൂടി റിലയബിളും ആണ്. പിന്നെ അതിന്റെ പറയുന്നുണ്ട് പാർട്ടീസ് രണ്ടും കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് ആയിരിക്കണം, എന്നാൽ അതൊരു വാലിഡ് കോൺട്രാക്ട് ആവുകയുള്ളൂ. ഇനി ആരാണ് കോമ്പീറ്റന്റ്? കോമ്പീറ്റന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈനർ ആവാൻ പാടില്ല, അതായത് ഷുഡ് ഹാവ് അറ്റൈൻഡ് ഏജ് ഓഫ് മെജോറിറ്റി. പിന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, കോൺഷ്യസ്നെസ് ഉള്ള മൈൻഡ് ആണ്. അതുപോലെ തന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ട്. ഇനി ആരൊക്കെയാണ് ഡിസ്ക്വാളിഫൈഡ്? താഴോട്ട് വരുന്നുണ്ട്. അപ്പം മൈനർ ആവാൻ പാടില്ല, അൺസൗണ്ട് മൈൻഡും ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈഡും ആവാൻ പാടില്ല. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് പറ്റില്ല. അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when he is sound mind എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when he is capable of understanding it and forming a rational judgment, ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, അങ്ങനത്തെ മനുഷ്യരെ സൗണ്ട് മൈൻഡ് എന്ന് പറയും. അപ്പൊ ഇതില്ലാത്ത മനുഷ്യർ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയും. ഇനി ലുനാറ്റിക് അസൈലം അല്ലെങ്കിൽ പേഴ്സൺ ഹു ഈസ് ഡ്രങ്ക്, അങ്ങനെയൊക്കെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ, അവരെയൊക്കെയാണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ആ സമയത്ത് അവർ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്ട് വാലിഡ് അല്ല. ഇനി മൈനറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എഗ്രിമെന്റ് വിത്ത് മൈനർ ഈസ് വോയിഡ് അബിൻഷ്യോ. അത് കഴിഞ്ഞാൽ വോയിഡ് ആണ്, വോയിഡ് ഫ്രം ദ ബിഗിനിങ് ആണ്. അബിൻഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്. എൻട്രി ചെയ്യുന്നപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വോയിഡ് ആയതല്ല. എഗ്രിമെന്റ് വിത്ത് മൈനർ എന്ന് പറയുന്നത് വോയിഡ് ഫ്രം ദ ബിഗിനിങ് ആണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മീൻസ് ആ കോൺട്രാക്ട് ആവില്ല. മൈനറുമായിട്ടാണ് നമ്മുടെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് വോയിഡ് ഫ്രം ദ ബിഗിനിങ്.
പിന്നെ law of estoppel does not apply against a minor. It means a minor can always plead his minority despite earlier misrepresenting to be a major. അതായത് law of estoppel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു തവണ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിലേ ചെയ്യാം. ഒരു തവണ നമ്മൾ ഓക്കെ ആണ്, നമ്മൾ ആ കാര്യം ഏറ്റതാണ്, അഡ്മിറ്റ് ചെയ്താണ്, ഞാനാണ് ഈ കുറ്റം ചെയ്തതെന്ന് അങ്ങനെ എന്തെങ്കിലും നമ്മൾ അഡ്മിറ്റ് ചെയ്തതാണ്, പിന്നെ നമുക്ക് തിരുത്തി പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ലോ ഓഫ് എസ്റ്റോപ്പൽ. പക്ഷെ മൈനറിന് അത് ബാധകമല്ല. ലോ ഓഫ് എസ്റ്റോപ്പൽ ഡസ് നോട്ട് അപ്ലൈ അഗെയിൻസ്റ്റ് എ മൈനർ. മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് ഹിസ് മൈനോറിറ്റി ഡെസ്പൈറ്റ് ഏർലിയർ നമ്മൾ മിസ്റെപ്രസെന്റ് ചെയ്തെങ്കിൽ പോലും മൈനറിന് ഓൾവേസ് എന്ത് ചെയ്യാൻ പറ്റും, പ്ലീഡ് ചെയ്യാൻ പറ്റും ഹിസ് മൈനോറിറ്റി. ഇനി minor as an agent, minor can be appointed as an agent, but he is not personally liable for any of the acts. ഒരു ഏജന്റ് ആയിട്ട്, പ്രിൻസിപ്പൽ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും മൈനറിന്, പക്ഷെ മൈനർ പേഴ്സണലി ലയബിൾ ആവത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പ്രിൻസിപ്പൽ ആയിരിക്കും ലയബിൾ. A minor cannot be adjudicated insolvent as he is capable of entering into a contract. അപ്പം മൈനറിനെ ഇൻസോൾവെന്റ് ആക്കാനും പറ്റില്ല, because he is incapable of being capable of entering into a contract. അപ്പൊ അതൊക്കെയാണ് മൈനറിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ മൈനർ കോമ്പീറ്റന്റ് ടു ദ കോൺട്രാക്ട് അല്ല. അതുപോലെ തന്നെ അഗ്രിമെന്റ് വിത്ത് മൈനർ ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. അൺസൗണ്ട് മൈൻഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് ഡ്രങ്ക് ആണ്, അല്ലെങ്കിൽ ലുനാറ്റിക് ആണ്, ഇൻടോക്സിക്കേറ്റഡ് ആണ്, അങ്ങനത്തെ ഒക്കെ കേസുകളിൽ ആൾക്കാരെ എൻറ്റർ ചെയ്യുന്ന കോൺട്രാക്ട് വാലിഡ് അല്ല. സൗണ്ട് മൈൻഡ്, ഇപ്പം സൗണ്ട് വെൻ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് എഗ്രിമെന്റ് ഇഫ് ഹി ഈസ് കാപ്പബിൾ ഓഫ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെന്റ്, ആ എഗ്രിമെന്റ് എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ സമയത്ത് റാഷണൽ ജഡ്ജ്മെന്റ് എടുക്കാൻ നമ്മൾ സൗണ്ട് മൈൻഡിലുള്ള ആളാണെന്ന് പറയും. ഇതല്ലാത്ത പക്ഷം അൺസൗണ്ട് മൈൻഡ് ആണ്, അല്ലെ? അപ്പൊ ആൾക്ക് എന്താണ് കോൺട്രാക്ട് എന്ന് മനസ്സിലാവുന്നില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, അപ്പൊ ഒരു റാഷണൽ ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ആളെ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയും. ഇനി വേറെ ഇപ്പൊ മൈനറും അല്ല അൺസൗണ്ട് മൈൻഡും അല്ല, പിന്നെ ആരാ ഡിസ്ക്വാളിഫൈഡ്? ഏലിയൻ എനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ് വിത്ത് ആൻ ഏലിയൻ എനിമി ഈസ് വോയിഡ്, ബട്ട് എഗ്രിമെന്റ് വിത്ത് ആൻ ഏലിയൻ ഫ്രണ്ട് ഈസ് പെർഫെക്റ്റ്ലി വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ. അതായത് നമുക്ക് ഫോറിൻ റെസിഡന്റ്, ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ റെസിഡന്റ് ആണ്. ഇപ്പൊ നമ്മളുമായിട്ട് അത്ര നല്ല ടേംസിലല്ല, ഇന്ത്യയായിട്ട് നല്ല ടേംസിലുള്ള കൺട്രി അല്ലെങ്കിൽ നമ്മുടെ എനിമിയാണ്. ഇനി നല്ല ടേംസിലുള്ള ആളുമായിട്ട് നമ്മൾ കോൺടാക്ട് വെക്കുകയാണെങ്കിൽ ക്വാളിഫൈഡ് ആണ്. പക്ഷെ ഏലിയൻ എനിമി അൺക്വാളിഫൈഡ് പേഴ്സൺ ആണ്, ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ ആണ്. ഇപ്പൊ ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ്, ഇപ്പൊ വേറെ കൺട്രീസിന്റെ ഒക്കെ അംബാസിഡേഴ്സ് നമ്മുടെ കൺട്രിയിലുണ്ടാവും, അല്ലെ? അപ്പൊ അവരൊക്കെ കുറച്ച് സമയത്തേക്ക് മാത്രമേ വേറെ കൺട്രിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്, അവർക്ക് ഒക്കേഷണലി വരികയും പോവുക ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരുമായിട്ട് നമ്മൾ എന്തെങ്കിലും എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് അല്ല, അവരൊക്കെ ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ് ആണ്. ഇനി എങ്ങാണോ അവരുമായിട്ട് കോൺട്രാക്ട് വെക്കണമെങ്കിൽ അവരുടെ ഏജൻസി കൂടെ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷം അവർക്ക് ഡയറക്റ്റ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ റെസിഡൻസ് ഓഫ് സം അതർ കൺട്രീസ്. ഇനി ഏതെങ്കിലും കൺവിക്റ്റും ആയിട്ട് ഓൾറെഡി എന്തൊക്കെയോ പ്രശ്നമുണ്ട്, പ്രിസണർ ആണ്, ഇംപ്രിസൺ ചെയ്തിരിക്കുന്ന ആളുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഹി ഈസ് ഓൾസോ ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ. ഇൻസോൾവെന്റുമായിട്ട് എഗ്രിമെന്റിൽ കയറാൻ പറ്റില്ല. കമ്പനി ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതായത് അൺലെസ് ദർ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, കമ്പനിക്ക് ഏതൊക്കെ ടൈപ്പ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം എന്നുള്ളത് ഓൾറെഡി അവരുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും കാണും. അപ്പൊ അങ്ങനത്തെ കോൺട്രാക്റ്റിലൊന്നും അല്ല നമ്മൾ എൻ്റർ ചെയ്യുന്നെങ്കിൽ അത് വാലിഡ് ആവില്ല. അപ്പൊ ഏതൊക്കെയാണോ അവരുടെ മെമ്മോറാൻഡത്തിൽ പറഞ്ഞേക്കുന്ന ഒബ്ജക്ട്സ്, അങ്ങനത്തെ കോൺട്രാക്ട്സ് മാത്രമേ. അപ്പൊ ആദ്യം കമ്പനിയായിട്ടൊക്കെ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ മെമ്മോറാൻഡത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ കോൺട്രാക്റ്റിൽ കയറാൻ പറ്റുമോ, അവരുടെ യൂഷ്വൽ മോഡ് ഓഫ് ബിസിനസ് തന്നെയാണോ, ഇവരുടെ യൂഷ്വൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് തന്നെ ആണോ, ഇതൊന്ന് നോക്കിയിട്ട് വേണം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ. അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ അത് വോയിഡ് ആണ്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? അപ്പൊ കോൺട്രാക്റ്റിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി വേണമെങ്കിൽ രണ്ട് പാർട്ടീസും കോമ്പീറ്റന്റ് ടു ദ കോൺട്രാക്ട് ആവണം. കോമ്പീറ്റന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്? മൈനർ ആവാൻ പാടില്ല, സൗണ്ട് മൈൻഡ് ആവണം, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് പേഴ്സണും ആവാൻ പാടില്ല. ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ് ആരൊക്കെയാണ്? ഏലിയൻ എലിമെന്റ് ഡിസ്ക്വാളിഫൈഡ് ആണ്, ഫോറിൻ അംബാസിഡേഴ്സ് ഡിസ്ക്വാളിഫൈഡ് ആണ്, അതുപോലെ തന്നെ ഫോറിൻ സോവറിൻ ആൻഡ് അംബാസിഡേഴ്സ് ഡിസ്ക്വാളിഫൈഡ് ആണ്, കൺവിക്സ് ഡിസ്ക്വാളിഫൈഡ് ആണ്, ഇൻസോൾവെന്റ് ഡിസ്ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ കമ്പനി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കൺസെന്റ് ഫ്രീ ആയിരിക്കണം, അതായത് set to consent when they agree upon the same thing in the same sense.
അതായത് മറ്റൊരാളെ ഫോഴ്സ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഒന്നും ആവാൻ പാടില്ല. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ഒരു ഫ്രീ കൺസെന്റ് വേണം തരാൻ. അവരുടെ കോൺഷ്യസ് മൈൻഡോട് കൂടി വേറെ ഒരു ഫോഴ്സും ഒരു പ്രഷറൈസ് ചെയ്യാൻ സ്ട്രെസ് ഒന്നും ചെയ്യാതെ തന്നെ തരുന്ന കൺസെന്റ് ആയിരിക്കണം അത്. എങ്കിലേ അതൊരു വാലിഡ് കോൺട്രാക്ട് ആവുള്ളൂ. When if the parties have not agreed upon the same thing in the same sense, there is no real consent and hence no contract is formed. പിന്നെ അതൊരു വാലിഡ് കോൺട്രാക്ട് ആവില്ല. എപ്പോഴൊക്കെയാണ് കൺസെന്റ് ഫ്രീ അല്ല എന്ന് പറയുന്നത്? If it is gained through coercion, അല്ലെങ്കിൽ undue influence വഴിയാണ്, അല്ലെങ്കിൽ ഫ്രോഡ് വഴിയാണ്, അല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ വഴിയാണ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ കേസുകളിലാണ് നമ്മൾ പറയുന്നത് ഫ്രീ കൺസെന്റ് അല്ലാതെ എന്തെങ്കിലും ഒരു പ്രഷറൈസ്ഡ് അല്ലെങ്കിൽ സ്ട്രെസ് കാരണം കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ഈ 5 കേസുകളിൽ കോൺട്രാക്ട് ഈസ് voidable at the option of person who has suffered these things. ഇങ്ങനത്തെ കേസുകളിലാണ് വോയിഡബിൾ കോൺട്രാക്ട്സ് വരുന്നത്. ഒരു പാർട്ടിക്ക് മാത്രമല്ല അവിടെ ഓക്കെ ഉള്ളൂ, മറ്റേ പാർട്ടി അവിടെ വേറെ പ്രശ്നങ്ങൾ കാരണം എഗ്രി ചെയ്താണ് അല്ലെ. അങ്ങനത്തെ കേസുകളിൽ ആരാണോ അവിടെ സപ്പോർട്ട് പാർട്ടി അവർക്കത് വോയിഡ് എഗ്രിമെന്റ് ആക്കാം. അങ്ങനെ ഒരു പാർട്ടിക്ക് വോയിഡ് ആക്കാൻ പറ്റുന്നതിനെ പറയുന്നതാണ് വോയിഡബിൾ എഗ്രിമെന്റ്സ്. Coercion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ IPC ഓർ ലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രെറ്റനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി ടു ദ prejudice ഓഫ് എനി പേഴ്സൺ വിത്ത് ആൻ ഇന്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എഗ്രിമെന്റ്. അപ്പൊ മറ്റേ ആൾ എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ ചിലപ്പോൾ ത്രെട്ടൺ ചെയ്തോ, അൺലോഫുള്ളി പിടിച്ചു വെച്ചോ, അങ്ങനെ എന്തെങ്കിലും അവരെ പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി പിടിച്ചു വെക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഇപ്പം ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ അവരെ ത്രെട്ടൺ ചെയ്തുകൊണ്ട് അവരെ എഗ്രിമെന്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ കൺസെന്റ് ഫ്രീ അല്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിലുള്ള എഗ്രിമെന്റ് വോയിഡബിൾ ആണ്. If the consent is caused by coercion, fraud, misrepresentation, agreement is voidable at the option of party whose consent was so caused. അപ്പൊ ആരെയാണോ പിടിച്ചു വെച്ചിട്ട് ആരെയാണോ ത്രെട്ടൺ ചെയ്തത് അവരുടെ കൺസെന്റ് ഫ്രീ അല്ലാത്തതുകൊണ്ട് ഇറ്റ്സ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ്. ഇനി ത്രെഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഓൾസോ അമൗണ്ട്സ് ടു കോയേർഷൻ. അതായത് പറയാണ് ഈ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന മറ്റൊരു പാർട്ടി ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്താണെങ്കിൽ അതെന്താണ് കോയേർഷൻ. സോ അറ്റംപ്റ്റ് ത്രെഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഓൾസോ അമൗണ്ട്സ് ടു കോയേർഷൻ. ഇനി പ്രോസിക്യൂഷൻ ത്രെഡ് ടു പ്രോസിക്യൂട്ട്. ഇപ്പം താൻ ഈ എഗ്രിമെന്റിൽ കയറിയാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് അതൊരു കോയേർഷൻ അല്ല. പക്ഷെ ഹൈ പ്രൈസസ് ആൻഡ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാണ്, ഹൈ പ്രൈസ്, അതൊന്നും കോയേർഷൻ ആയിട്ട് വരില്ല. പക്ഷെ ഈ എഗ്രിമെന്റിൽ കയറിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ത്രെട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു കോയേർഷൻ ആണ്. അല്ലാത്ത പക്ഷേ ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കോയേർഷൻ ആവില്ല. പക്ഷെ ത്രെഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഒരു കോയേർഷൻ ആണ്. ഹൈ പ്രൈസോ ഹൈ ഇൻട്രസ്റ്റ് റേറ്റോ ഒക്കെ ചാർജ് ചെയ്തുകൊണ്ട് അത് കോയേർഷൻ ആയിട്ട് വരണം എന്നില്ല. പ്രോസിക്യൂഷനും കോയേർഷൻ ആയിട്ട് പറ്റത്തില്ല. പക്ഷെ ത്രെഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് കോയേർഷൻ ആണ്. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താ? 2 പാർട്ടീസ് ഉണ്ട്, അത് ഒരാൾ ഡൊമിനേറ്റിംഗ് ആണ് അല്ലെ. അപ്പൊ പാർട്ടീസ് ആർ ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് ദ വിൽ ഓഫ് അനദർ ആൻഡ് യൂസസ് ദ പൊസിഷൻ ടു ഒബ്റ്റെയിൻ അൺഫെയർ അഡ്വാൻറ്റേജ്. അപ്പൊ 2 പാർട്ടീസ് ഉള്ളതിൽ ഒരാൾക്ക് ഒരു ഡൊമിനേറ്റിംഗ് പവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ മറ്റൊരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കേസുകളാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാ? when the party holds real or apparent authority over the other or where he stands in fiduciary relationship to the other. അപ്പൊ നമുക്കിപ്പോ ഡോക്ടർ അല്ലെങ്കിൽ പേഷ്യന്റ്, ഇപ്പൊ പേഷ്യന്റ് അവിടെ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന്, ഡോക്ടർ അല്ല അവിടെ കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ഒരു ആളുടെ മുകളിൽ അതോറിറ്റി ഉണ്ട്, അങ്ങനത്തെ കേസുകളിൽ ഇനി where he makes a contract with a person whose mental capacity is temporarily or permanently affected by reason of age. അപ്പം ഒരു പേഷ്യന്റ് ആള്, അപ്പൊ അവിടെ ഒരു ഡൊമിനേറ്റിംഗ് പവർ ഇല്ല ആൾക്ക്. കാരണം മറ്റേ ആൾക്ക് മെന്റൽ കപ്പാസിറ്റി ഒന്ന് ടെമ്പററി അല്ലെങ്കിൽ വയ്യാത്ത ആളാണെങ്കിൽ ആൾക്ക് ഒരു എതിർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കേസുകളിലും എന്താണ് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാം. എവിടെയൊക്കെ പേരന്റ് ആൻഡ് ചൈൽഡ്, അവിടെ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് മീൻസ് ഒരാള് ഡൊമിനേറ്റിംഗ് ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കേസുകളിൽ വേണമെങ്കിൽ ചൈൽഡിനെ ഉപയോഗിക്കാം എന്നുള്ളത്. ഇനി ഗാർഡിയൻ ആൻഡ് വാർഡ്, ഗാർഡിയനും ടേക്ക് കെയർ ചെയ്യുന്ന വാർഡിനെ ആരാണ് ടേക്ക് കെയർ ചെയ്യുന്നത്? ആളും. ഡോക്ടർ ആൻഡ് പേഷ്യന്റ്, സോളിസിറ്റർ ആൻഡ് ക്ലയന്റ്, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി, റിലീജിയസ് ആൻഡ് അഡ്വൈസർ ആൻഡ് ഡിസിപ്ലിൻ, ഫിയാൻസി ആൻഡ് ഫിയാൻസി. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ
ഒരാള് ഡൊമിനേറ്റിംഗ് ആണ്, മറ്റൊരാള് അത്ര ഇത് ആളുടെ സംരക്ഷണത്തിൽ ആയതുകൊണ്ടോ അല്ലെങ്കിൽ റിസസീവ് ആയതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഈ ആരാണോ ഡൊമിനേറ്റിംഗ് അവർക്കൊരു അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കാം വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ. അപ്പൊ അങ്ങനത്തെ കേസുകളിലാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എടുക്കാന്ന് പറയുന്നത്. Two elements are found in undue influence. Elements ഉണ്ടെങ്കിൽ അവിടെ ഒരു undue influence exist ചെയ്യുന്നു പറയാൻ പറ്റത്തുള്ളൂ. The relationship subsisting between the parties are such that one party is in a position, ഒരു പാർട്ടി അവിടെ ഡൊമിനേറ്റിംഗ് ആണ് and he uses that position to obtain unfair advantage over the other. ഒരു ഡൊമിനേറ്റിംഗ് പവർ അവിടെ ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു undue അഡ്വാൻറ്റേജും എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ undue influence എക്സസൈസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാത്ത പക്ഷം പ്രശ്നമൊന്നുമില്ല. A man enfeebled by disease or age is induced by B's influence over him to pay the unreasonable sum for professional services. അപ്പം ബി അപ്പം ഒരു ചെക്കൊക്കെ നമ്മൾ ഒരു വയ്യാത്ത ഒരാളെ കൊണ്ട് ചെക്കൊക്കെ ഒപ്പിടിപ്പിക്കാന്നിരിക്കട്ടെ, അപ്പൊ ആൾക്ക് എതിർക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ഇയാളെ ആണല്ലോ മറ്റേ ആളെ നോക്കുന്നത്, അതുകൊണ്ട് ഒരു അൺറീസണബിൾ എമൗണ്ട് സർവീസ് ആയിട്ട് സാലറി ആയിട്ട് എഴുതി എടുക്കുക എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, കാരണം മറ്റേ ആൾക്ക് എതിർക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒക്കെ കേസുകളാണ് അൺഡ്യൂ. അപ്പൊ രണ്ട് എലമെന്റ്സ് അവിടെ ഉണ്ടല്ലോ, വൺ പാർട്ടി ഈസ് ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് ദ അതർ ആൻഡ് ഹി യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ദ അൺഫെയർ അഡ്വാൻറ്റേജ്. അപ്പൊ അങ്ങനത്തെ കേസുകൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എക്സസൈസ് ചെയ്തു എന്ന് പറയാം. ഇനി എഫക്ട് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഒരാളുടെ കൺസെന്റ് ഫ്രീ അല്ലാത്തതുകൊണ്ട് ഇറ്റ് കുഡ് ബി വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് പാർട്ടി ഹൂസ് കൺസെന്റ് വാസ് ഓപ്പോസ്. അഗ്രീഡ് പാർട്ടി സീസ് ടു റീസ്കിൻ ദ കോൺട്രാക്ട്, വേണമെങ്കിൽ അവർക്ക് കോൺട്രാക്ട് സാധുവാക്കാൻ പറ്റും. ആൻഡ് റീസ്റ്റോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഒബ്റ്റെയിൻഡ്, എന്നിട്ട് വേണമെങ്കിൽ എന്താണോ ആൾക്ക് മറ്റേ ആൾക്ക് എന്താണോ അൺഡ്യൂ ആയിട്ട് കിട്ടിയത് അത് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗലി അപ്ലൈ ചെയ്യാം. അപ്പൊ അതിനെയാണ് വോയിഡബിൾ എന്ന് പറയുന്നത്. അപ്പം ഒരാളുടെ ഓപ്ഷൻ, രണ്ട് പാർട്ടീസ് ഉള്ളതിൽ ഒരാൾക്ക് ആ കോൺട്രാക്റ്റിനെ വോയിഡ് ആക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ വോയിഡബിൾ കോൺട്രാക്ട്സ് ആദ്യം നമ്മൾ കൊയേർഷൻ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അതാണ് സെക്കൻഡ് മെത്തേഡ്. ഫ്രോഡ് വഴിയാണെങ്കിലോ, ആക്ട്സ് കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു എ കോൺട്രാക്ട് with his connivance or by his agent with an intention to deceive the other party or his agent to make him enter into a contract. അതായത് പറ്റിക്കാൻ വേണ്ടിയിട്ട്, ഡിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസീവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്ത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്രോഡ്. അപ്പം അത് എങ്ങനെയൊക്കെ ആവാം? ഫ്രോഡ്, ദ സജഷൻ ഓഫ് എ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ ബൈ വൺ who does not believe it to be true. അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് കൺസീൽമെന്റ് ആവാം, ഒരാൾക്ക് കള്ളമല്ല, അപ്പൊ അത് കള്ളത്തരമാണെന്ന് അറിയാം, എന്നിട്ടും നമ്മൾ അതൊരു ഫാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വം വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോമിസ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓർ പെർഫോമിംഗ്, നമ്മൾ ഒരു പ്രോമിസ് കൊടുക്കാണ് പക്ഷെ ചെയ്യാൻ ഒരു ഉദ്ദേശമില്ല, പറ്റിക്കാൻ തന്നെയാണ് ഉദ്ദേശം, അങ്ങനത്തെ കേസുകളുണ്ട്. എനി അതർ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്, എനി അതർ ആക്ട് ഓർ ഒമിഷൻ ആസ് ദ ലോ സ്പെസിഫിക്കലി ഡിക്ലെയർസ് ടു ബി ഫ്രോഡുലന്റ്. അപ്പൊ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പറ്റിക്കാൻ ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ പറ്റിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി കയറുന്ന കോൺട്രാക്ട്, ഒന്നുകിൽ ചെയ്യാൻ ഉദ്ദേശമില്ല, വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓഫ് പെർഫോമിംഗ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം അൺട്രൂ ആയിട്ടുള്ള, ഫോൾസ് ആയിട്ടുള്ള കുറെ പ്രസന്റേഷൻസ് കൊടുത്തിട്ടാണ്, നമുക്ക് ഓൾറെഡി അറിയാം ഇത് കള്ളത്തരമാണെന്ന്, എന്നിട്ട് നമ്മൾ അതൊരു ഫാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു കാര്യം ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ, ഇനി പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓഫ് പെർഫോമിംഗ് ഇറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലോ സ്പെസിഫിക്കലി പറയുകയാണ് ഇതെല്ലാം ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസുകളിൽ എന്താണ്, ഫ്രീ കൺസെന്റ് ഉണ്ടാവില്ല, ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഫ്രീ കൺസെന്റ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് വോയിഡബിൾ ആണ്. ഇനി സൈലൻസ് ഫ്രോഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും മിയർ സൈലൻസ് ഡസ് നോട്ട് എമൗണ്ട് ടു ഫ്രോഡ്, പക്ഷേ രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്, വേർ ദർ ഇസ് എ ഡ്യൂട്ടി ടു സ്പീക്ക്. അപ്പൊ ആരാണോ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അവർക്ക് ഒരു ഡ്യൂട്ടി ടു സ്പീക്ക് ഉണ്ട്, അല്ലെങ്കിൽ സൈലൻസ് ഇറ്റ്സെൽഫ് ഈസ് ഈക്വലന്റ് ടു സ്പീച്ച്. അതായത് ഇപ്പൊ നമ്മള് കോടതിയിലൊക്കെ താനാണോ ഈ കുറ്റം ചെയ്തത്, താനാണോ കൊന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല, അപ്പം സൈലൻസ് ഈസ് ഈക്വലന്റ് ടു ഫ്രോഡ് അല്ലേ, ഐ മീൻ സ്പീച്ച് അല്ലേ. സൈലൻസ് അതിനെ കുറ്റം
മിണ്ടാതിരിക്കുമ്പോ അതൊരു സമ്മതിച്ച പോലെ. അപ്പൊ അങ്ങനത്തെ കേസുകളിലും എന്താ പറ്റുക, സൈലൻസ് അമൗണ്ട്സ് ടു ഫ്രോഡ്. അപ്പൊ when there is a duty to speak, നമ്മൾ സംസാരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പറഞ്ഞില്ല, അവിടെ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു, നമ്മൾ സംസാരിച്ചില്ല, അതൊരു ഫ്രോഡാണ്. ഇനി സൈലൻസും സ്പീച്ചിന് ഈക്വലന്റ് ആണ്, അവിടെ ഒരു ഇംപ്ലൈഡ് ആയിട്ട് ഓക്കെ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ അതും ഫ്രോഡായിട്ട് കൗണ്ട് ചെയ്യാം. യൂഷ്വലി മിയർ സൈലൻസ് ഡസ് നോട്ട് എമൗണ്ട് ടു fraud, പക്ഷേ അതിന് രണ്ട് എക്സെപ്ഷൻസ് ആണ്. Silence amounts to fraud when there is a duty to speak and when silence is equivalent to speech. Example നോക്കിയേ, A sells by auction to B a horse which A knows to be unsound. അപ്പം Aക്ക് അറിയാം A Bക്ക് ഹോഴ്സിനെ വിറ്റു, പക്ഷെ Aക്ക് അറിയാം അത് ആ ഹോഴ്സ് അൺസൗണ്ട് ആണ്. പക്ഷെ A says nothing to B about the horse unsoundness. അതൊരു ഫ്രോഡ് ആണെന്ന്. അപ്പൊ അതായത് ഒരു ഓപ്ഷൻ വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ഒക്കെ മാർക്കറ്റ് റിസ്ക് ഉള്ളത് അങ്ങനത്തെ ഒക്കെ പോലത്തെ ടൈപ്പ് കാര്യങ്ങൾ. അപ്പൊ ഓപ്ഷനിലാണ് സെൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ അവിടെ ഒരു കണ്ടീഷൻ ഓൾറെഡി ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസിലാണ് വിറ്റതെങ്കിൽ അതൊരു ഫ്രോഡ് ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല. പക്ഷെ ബി സ്പെസിഫിക്കലി പറയാണ്, ഇഫ് യു ഡു നോട്ട് ഡിനൈ ഐ ഷൽ അസ്യൂം ദാറ്റ് ദ ഹോഴ്സ് ഈസ് സൗണ്ട്. എന്നിട്ട് എ ഒന്നും പറയുന്നില്ല. അപ്പൊ സൈലൻസ് എമൗണ്ട്സ് ടു സ്പീച്ച് അല്ലേ. A silence is equivalent to speech. So അതൊരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആയിട്ട് പറയാം. അല്ലാത്ത പക്ഷം ഓപ്ഷനിലൊക്കെ വിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു വെണ്ടറിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു, അപ്പം എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം എന്നില്ലല്ലോ അവിടെ. അപ്പൊ അതൊരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനത്തെ കേസിൽ സ്പെസിഫിക്കലി പറയാണ്, ഇഫ് യു ഡു നോട്ട് ഡിനൈ ഐ ഷാൽ അസ്യൂം ദാറ്റ് ദ ഹോഴ്സ് ഈസ് സൗണ്ട്. എന്നിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ അതൊരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആണ്. എന്താണ് എഫക്ട് ഓഫ് ഫ്രോഡ്? വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് പാർട്ടി ഹൂസ് കൺസെന്റ് വാസ് സോ കോസ്റ്റ്. അപ്പൊ ഇതല്ല ഏതാണോ അതിനകത്ത് സഫേർഡ് പാർട്ടി അവരുടെ ഓപ്ഷനിൽ ഈ കോൺട്രാക്ട് എല്ലാം വോയിഡബിൾ ആണ്, അവർക്ക് ഈ കോൺട്രാക്ട് ഇൻവാലിഡ് ആക്കാൻ പറ്റും. ഇനി മിസ്റെപ്രസെന്റേഷൻ, അതായത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് വിച്ച് വൺ പാർട്ടി മേക്സ് ഇൻ കോഴ്സ് ഓഫ് നെഗോസിയേഷൻ വിത്ത് എ വ്യൂ ടു ഇൻഡ്യൂസ്. അപ്പോൾ മറ്റൊരാൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്യുകയാണ്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മിസ്റെപ്രസെന്റേഷൻ. ഈ മിസ്റെപ്രസെന്റേഷൻ തന്നെ രണ്ട് ടൈപ്പിലാവാം. ഒന്നെങ്കിൽ അൺവാറന്റഡ് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഒരാൾ പറയാണ്, when a person positively asserts or makes absolute and explicit statement of fact and the fact is untrue. That fact is true though he has no reliable source. അപ്പൊ പറയാണ് ഇന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്, പക്ഷെ അയാൾക്ക് ഒരു റിലയബിൾ സോഴ്സ് ഒന്നും ഇല്ല, അയാൾക്ക് ഉറപ്പില്ല അങ്ങനെ ആ കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നിട്ട് പറയാണ്, ഭയങ്കര പോസിറ്റീവ് അസേർഷൻ വെക്കുകയാണ്. അതായത് ഒരു വാറന്റും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ്, ഒരു ബേസിസും ഇല്ലാത്ത ചുമ്മാ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ പറയാണ്, വിത്തൗട്ട് നോയിങ് ഇറ്റ് ടു ബി ട്രൂ. അതല്ലെങ്കിൽ അതിനൊരു റിലയബിൾ സോഴ്സ് ഒന്നും ഇല്ല, എന്നിട്ടും ഒരു ഫാക്ട് പോലെ അതിനെ പറയുകയാണെങ്കിൽ അത് ഒരു മിസ്റെപ്രസെന്റേഷൻ ആണ്. ഇനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയോ, any breach of duty which brings advantage to a person committing it by misleading the other to prejudice. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി നടന്നാലും അതെന്താണ് ഒരു മിസ്റെപ്രസെന്റേഷൻ ആയിട്ട് കൗണ്ട് ചെയ്യുക. മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ്, നമുക്കത് ഉറപ്പാണെന്നൊന്നും ഉറപ്പില്ലാത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരാളോട് പറയാണ്, എന്തിനു വേണ്ടി? മറ്റൊരാൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും മിസ്ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് ഫാക്ട്സ് അങ്ങനെയാണെങ്കിലോ എന്തായിട്ട് പറയാം? മിസ്റെപ്രസെന്റേഷൻ ആയിട്ട് പറയാം. ഇനി മിസ്റെപ്രസെന്റേഷൻ എന്താണ്? വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് പാർട്ടി ഹൂസ് കൺസെന്റ് വാസ്. സോ ആരാണോ സഫേർഡ് അവർക്ക് വേണമെങ്കിൽ അത് വോയിഡബിൾ ആക്കാം. ഇത് അൺവാറന്റഡ് സ്റ്റേറ്റ്മെന്റിന് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കി. എ ഇന്റൻഡിംഗ് ടു ഡിസീവ് ബി falsely represents that 500 pounds of indigo are made annually at A's factory and thereby induce. അപ്പം പറയാം എന്റെ ഫാക്ടറിയിൽ ഇത്ര ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് ഫാക്ടറി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ ഇത് കോൺട്രാക്ട് ഇസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ബി. അപ്പൊ ശരിക്കും അങ്ങനെയൊന്നും നടക്കുന്നില്ല, എന്നിട്ടും പറയാണ് ഒരു ഫോൾസ് റെപ്രസെന്റേഷൻ വെക്കുകയാണ്. പക്ഷെ ഇവിടെ കോൺട്രാക്ട് ഇസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ബി. പക്ഷെ ഇവിടെ വേണമെങ്കിൽ ബി അഫക്റ്റഡ് ആണല്ലോ, കാരണം പുള്ളി മിസ്റെപ്രസെന്റ് ചെയ്തിട്ടാണ് ബിയെ കൊണ്ട് ആ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യിപ്പിച്ചത്. പക്ഷെ അടുത്ത കേസ് നോക്കിയേ, എ ബൈ മിസ്റെപ്രസെന്റേഷൻ ലീഡ്സ് ബി ടു ബിലീവ് ദാറ്റ് 500 pounds ഓഫ് ഇൻഡിഗോ. എ അങ്ങനെ തന്നെ പറഞ്ഞു 500 pounds ഓഫ് ഇൻഡിഗോ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ ബി ബുക്സ് ഓഫ് അക്കൗണ്ട് എല്ലാം ചെക്ക് ചെയ്തു, എന്നിട്ട് മനസ്സിലാക്കി അവിടെ 400 മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ എന്ന്. എന്നിട്ട് ബി ഒന്ന് ഓഡിറ്റ് ചെയ്തിട്ടാണത് ഫാക്ടറി വാങ്ങിച്ചിട്ട്. ആഫ്റ്റർ ദിസ് ബി ബൈസ് ദ ഫാക്ടറി. The contract is not voidable on account of A's misrepresentation.
കാരണം ഈ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ടാണല്ലോ, മീ ഒന്ന് ഓടിച്ച് നടത്തി അവിടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടാണ്. അപ്പൊ പിന്നെ മീ മിസ്റെപ്രസെന്റഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ഇയാൾ ഒരു റീസണബിൾ ജഡ്ജ്മെന്റ് ഒക്കെ എടുത്തിട്ട് തന്നെ വാങ്ങിച്ചതാണ്. അപ്പൊ എ മിസ്റെപ്രസെന്റ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഫസ്റ്റ് കേസിൽ എ മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ബി ആ ഫാക്ടറി വാങ്ങിച്ചത്. അപ്പൊ അങ്ങനത്തെ കേസുകളിലും എന്ത് ചെയ്യാം, എന്താണ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് അഫക്റ്റഡ് പാർട്ടി. ഇനി അടുത്ത കേസാണ് മിസ്റ്റേക്ക്, അബദ്ധം പറ്റി, എറോനിയസ് ബിലീഫ് അബൌട്ട് സംതിങ്. നമുക്ക് അറിയത്തില്ലായിരുന്നു ആ കാര്യം അങ്ങനെ ആണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തു. അതൊരു മിസ്റ്റേക്ക് ഓഫ് ലോ ആവാം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും ആവാം. ഈ മിസ്റ്റേക്ക് ഓഫ് ലോയിൽ തന്നെ നമ്മുടെ ലോയിൽ, നമ്മുടെ കൺട്രിയിലുള്ള എല്ലാ ലോയും നമുക്ക് അറിഞ്ഞിരിക്കാൻ ഒരു ബാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഇപ്പം പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞില്ല, അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ നോ പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങനത്തെ കേസുകളിൽ കോൺട്രാക്ട് വോയിഡ് അല്ല. അപ്പൊ ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്കൊരു കാര്യം അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോൺട്രാക്ട് ഇൻവാലിഡ് ആക്കാൻ പറ്റത്തില്ല. കാരണം വി ആർ സപ്പോസ് ടു നോ ദ ലോസ് ഇൻ അവർ കൺട്രി. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ കോൺട്രാക്ട് വോയിഡ് ആക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് എ ഫോറിൻ കൺട്രി, എല്ലാ രാജ്യത്തെ ലോയും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കേസിൽ, അപ്പം അങ്ങനെ മിസ്റെപ്രസെന്റ് ചെയ്തു, അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോൺട്രാക്ട് വോയിഡബിൾ ആക്കാം. Such mistake is treated as a mistake of fact and agreement in such cases is void. അപ്പൊ അങ്ങനെ കേസിൽ നമുക്ക് ഇഗ്നോറൻസ് ഓഫ് ലോ ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷെ ഇഗ്നോറൻസ് ഓഫ് ലോ ഓഫ് അവർ കൺട്രി ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അപ്പൊ അതിനെ void ആക്കാൻ പറ്റില്ല. പക്ഷെ ഇഗ്നോറൻസ് ഓഫ് ലോ ഓഫ് എ ഫോറിൻ കൺട്രി മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നുള്ള രീതിയിൽ ആ കോൺട്രാക്ട് വോയിഡ് ആക്കാൻ പറ്റും. ഇനി മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് തന്നെ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആവാം, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആവാം. ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസിന് മിസ്റ്റേക്ക് പറ്റി. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിലോ, അത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ വോയിഡബിൾ ആക്കാൻ പറ്റത്തില്ല. പക്ഷെ ബൈലാറ്ററൽ മിസ്റ്റേക്ക്, രണ്ട് പാർട്ടീസും മിസ്റ്റേക്ക് വഴിയാണ് ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഗ്രിമെന്റ് തന്നെ വോയിഡ് ആണ്. രണ്ട് പാർട്ടിയും അതല്ലല്ലോ ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് ആ കോൺട്രാക്ട് വോയിഡ് ആണ്, എഗ്രിമെന്റ് വോയിഡ് ആണ്. പക്ഷെ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ not allowed as a defense in avoiding a contract unless brought about by another party's fraud or fraud misrepresentation ഒന്നുമില്ല. ഒരാൾക്ക് മാത്രം എടുത്ത് മിസ്റ്റേക്ക് പറ്റും. അപ്പം അത് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് വോയിഡബിൾ അല്ല. പക്ഷെ രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് പറ്റിയാണ് അവർ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോയിഡ് ആണ്. അപ്പൊ നോക്ക്, A agrees to buy from B a certain horse. It turns out that horse was dead at the time of bargain. അപ്പൊ എന്തോന്നെ, ഇപ്പൊ രണ്ട് പാർട്ടിക്കും അറിയത്തില്ലായിരുന്നു ആ ഹോഴ്സ് ഡെഡ് ആയത്. അപ്പം നെയ്തർ പാർട്ടി വാസ് അവെയർ ഓഫ് ദ ഫാക്ട്. അതുകൊണ്ട് അഗ്രിമെന്റ് ഈസ് വോയിഡ്. ഇപ്പൊ A being entitled to an estate of life of B agrees to sell it to C. B was dead at the time of agreement, but both party. അപ്പൊ രണ്ട് പാർട്ടീസിനും അറിയത്തില്ലായിരുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, രണ്ട് പാർട്ടീസിനും അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പൊ രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് പറ്റിയതല്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ എഗ്രിമെന്റ് വോയിഡ് ആണ്. പക്ഷെ ഒരാൾക്ക് മാത്രം മിസ്റ്റേക്ക് പറ്റി, മറ്റേ ആള് ഒന്നുമല്ല, ഒരാൾക്ക് മാത്രം മിസ്റ്റേക്ക് പറ്റി, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ വോയിഡബിൾ ആക്കാൻ പറ്റില്ല. രണ്ടു പേർക്ക് മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ അതിനെ വോയിഡ്. അപ്പൊ ഈ കേസുകളൊക്കെയാണ് വോയിഡബിൾ കോൺട്രാക്ട്സിന് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ കൊയേഷൻ വഴി, അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വഴി, അതും അല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ വഴി, ഫ്രോഡ് വഴി, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വഴി എൻട്രി ചെയ്യുന്ന കോൺട്രാക്ട് ആണെങ്കിൽ ഇറ്റ് ഇസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് സഫേർഡ് പാർട്ടി. അടുത്തത് ക്വാസി കോൺട്രാക്ട്. നമുക്കൊരു ബ്രേക്ക് നോക്കാം, ഒരു 5-10 minutes ബ്രേക്ക്.
തുടങ്ങാം. അടുത്തത് ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കോൺട്രാക്ട് ആയിട്ട് തന്നെ ഉദ്ദേശിച്ചതല്ല, അതായത് അവിടെ ഒരു എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, നമ്മൾ ഈ ഓഫർ ഉണ്ടോ, അക്സെപ്റ്റൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രീ കൺസെന്റ് ആണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ കോൺട്രാക്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ സ്റ്റിൽ അവരെ കോൺട്രാക്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ലോ ഇംപ്ലൈസ് എ പ്രോമിസ് ഇമ്പോസിംഗ് ഒബ്ലിഗേഷൻസ് ഓൺ വൺ പാർട്ടി. അതായത് ഒരാളുടെ ആക്ടിവിറ്റി കാരണം ബാക്കി ആൾക്കാർക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ആൾക്ക് ഒരു റൈറ്റ് ഉണ്ടാവുന്നു. ആരാണോ ചെയ്തത്, ആരാണോ ആക്ടിവിറ്റി ചെയ്തത്, അവർക്ക് ഒരു റൈറ്റ് ഉണ്ടാവുന്നു. അങ്ങനത്തെ കേസുകളിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? They are called quasi contract. അതായത് law implies a promise imposing obligations on one party and conferring. ഒരാൾക്ക് ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നു, ആ ഒബ്ലിഗേഷൻ വഴി മറ്റേ ആൾക്ക് ഒരു റൈറ്റ് കിട്ടുന്നു. ഓക്കെ, എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അവരൊരു ഓഫർ ഉണ്ടാവണമെന്നോ, അവിടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവണമെന്നോ, അല്ലെങ്കിൽ കൺസെൻസസ് ആഡ് ചെയ്യാം, ഒരു ഫ്രീ കൺസെന്റ്, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഒരു എഗ്രിമെന്റ് ഇല്ല, ഒരു പ്രോമിസ് ഇല്ല, ബട്ട് സ്റ്റിൽ ദേ ആർ ട്രീറ്റഡ് ആസ് കോൺട്രാക്ട്സ്. അത് കോൺട്രാക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാതെ ഒരു അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അവരെ കോൺട്രാക്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെങ്കിൽ ദേ ആർ കോൾഡ് ക്വാസി കോൺട്രാക്ട്സ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോക്കാം, നെസസിറ്റീസ് അപ്ലൈ ടു എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ് ഓൺ ഹിസ് അക്കൗണ്ട്. അതായത് ഇപ്പം എ സപ്ലൈസ് ദ വൈഫ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ബി എ ലുനാറ്റിക്. ബി ഒരു ലുനാറ്റിക് ആണ്. അപ്പൊ എ ബിയുടെ വൈഫിനും ചിൽഡ്രനും ഒക്കെ നെസസിറ്റീസ് കൊടുക്കുന്നു, അതായത് ഇപ്പോ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, അങ്ങനത്തെ ഒക്കെ കേസുകളാണെങ്കിൽ ഇപ്പൊ ഒരു കോൺട്രാക്ട് ബേസിസിലൊന്നും ചെയ്തതല്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസുകളിൽ എ ഈസ് എൻറ്റൈറ്റിൽ ടു ബി റീഇംബേഴ്സ്ഡ് ഫ്രം ബീസ് പ്രോപ്പർട്ടി. അപ്പം ബിക്ക് ഒരു എൻറ്റൈറ്റിൽമെന്റ് കിട്ടും, ഒരു റൈറ്റ് കിട്ടും, ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്തു ബി, അങ്ങനെ ഒരു റൈറ്റ് കിട്ടി. അപ്പൊ നോക്കിയേ, ഇനി ഇതൊന്ന് വായിച്ചു നോക്കിയാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇംപ്ലൈസ് എ പ്രോമിസ് ഇമ്പോസിംഗ് ഒബ്ലിഗേഷൻസ് ഓൺ വൺ പാർട്ടി. ഇപ്പൊ ബിയിൽ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടായി, അങ്ങനെ എക്ക് ഒരു റൈറ്റ് കിട്ടി. ഇമ്പോസിംഗ് ഒബ്ലിഗേഷൻസ് ഓൺ വൺ പാർട്ടി ആൻഡ് കൺഫറിംഗ് ദ റൈറ്റ് ഇൻ ദ ഫേവർ ഓഫ് അതർ ഈവൻ വെൻ ദേർ ഇസ് നോ ഓഫർ, നോ അക്സെപ്റ്റൻസ്, നോ കൺസെൻസസ് ആഡ് ഇഡിയം. അതായത് രണ്ടുപേരും ഒരു ഉദ്ദേശത്തോടു കൂടി ഒന്നും അല്ല ചെയ്തത്. പക്ഷെ there is neither agreement, അവിടെ പ്രോമിസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഒരു കോൺട്രാക്ട് പോലെ ആണ്. അപ്പൊ ക്ലെയിം ഫോർ നെസസിറ്റീസ് അപ്ലൈ ടു എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്. ബി ഒരു ലുനാറ്റിക് ആയതുകൊണ്ട് തന്നെ അവിടെ കോൺട്രാക്റ്റിൽ ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ബിക്ക് ഒരു ഒബ്ലിഗേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു എ, അങ്ങനെ ബിയുടെ പ്രോപ്പർട്ടി നിന്ന് എക്ക് വേണമെങ്കിൽ അത് റിക്കവർ ചെയ്യാം. എ ഈസ് എൻറ്റൈറ്റിൽ ടു ബി റീഇംബേഴ്സ്ഡ് ഫ്രം ബീസ് പ്രോപ്പർട്ടി. Reimbursement of persons paying money due by another in respect of which he is interested. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബിക്ക് ഒരു ലാൻഡ് ഉണ്ട്, ബി ഹോൾസ് എ ലാൻഡ് ഇൻ ബംഗാൾ ഓൺ ലീസ് ഗ്രാന്റഡ് ബൈ എ. അപ്പൊ എ ആണ് ലാൻഡ് ലോഡ്, അപ്പൊ ബി ഒരു ടെനന്റ് ആണ്. റവന്യൂ പേയബിൾ ബൈ എ ടു ദ ഗവൺമെന്റ് ബീയിങ് ഇൻ അരിയർ. B, to prevent the sale and to consequent annulment in his own lease, pays to the government the sum due from A. A is bound to make to the B the amount so paid. അതായത് എ ആണ് ലാൻഡ് ലോഡ്, എ ഗവൺമെന്റിന് എന്തൊക്കെയോ ടാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അടയ്ക്കാനുണ്ട്. എ ആണ് ലാൻഡ് ലോഡ്, പക്ഷെ ലാൻഡ് ലോഡ് അടച്ചില്ല ഗവൺമെന്റിന്. അപ്പം ബി ആണ് ഇവിടെ ടെനന്റ്. ബി എ അടയ്ക്കാനുള്ളതും കൂടെ ഗവൺമെന്റിന് അടച്ചു. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എന്ത് പറ്റും, അയാളുടെ ലീസിനൊക്കെ പ്രശ്നങ്ങൾ വരും, ആനുവൽമെന്റ് ഓഫ് ഹിസ് ലീസിനൊക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ ടെനന്റ് ഗവൺമെന്റിന് അങ്ങ് അടച്ചു, എ അടയ്ക്കേണ്ടത് ബി അങ്ങ് അടച്ചത് കൊണ്ട്. അപ്പൊ എന്താ, ബിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അവിടെ, ബിക്ക് അവിടെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബിയുടെ ഒരു എഗ്രിമെന്റിന് അവിടെ പ്രശ്നം വരുന്നത് കൊണ്ടാണ് ബി അത് കയറി അടച്ചത്. അപ്പൊ അങ്ങനത്തെ കേസുകളിലും എന്ത് ചെയ്യാം, ബിക്ക് എയുടെ കയ്യിൽ നിന്ന് അത് റിക്കവർ ചെയ്യാമെന്നല്ല, അപ്പൊ മേക്ക് ഗുഡ് ദ ലോസ്. അപ്പൊ എത്രയാണോ നമ്മൾ പേ ചെയ്തത് അത്ര റിക്കവർ ചെയ്യാനുള്ള ഒരു റൈറ്റ് അവിടെ കിട്ടുന്നുണ്ട്. Reimbursement of person paying money due by another in payment of which he is interested. ബി യുടെ ഇൻട്രസ്റ്റ് ആണ്, ബി ഒരു ടെനന്റ് ആയതുകൊണ്ട് പുള്ളിയുടെ ആ ടെനസി റൈറ്റ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ആണ് ബി അത് ഗവൺമെന്റിന് അടച്ചത്. ലാൻഡ് ലോഡ് അടച്ചില്ലെങ്കിലും ബി അതുകൊണ്ട് ഗവൺമെന്റിന് അടച്ചു. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്, ബിക്ക് ഓൾറെഡി അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ലാൻഡ് ലോഡിന്റെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് തിരിച്ചു കിട്ടാനൊരു റൈറ്റ് ബിക്ക് ഉണ്ട്. ഇനി ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് എ നോൺ ഗ്രാറ്റുറ്റസ് ആക്ട്, അതായത് ഫ്രീ ആയിട്ട് വോളണ്ടറിലി നമ്മൾ ചെയ്ത ആക്ട് ഒന്നും അല്ല. അപ്പൊ എ ട്രേഡ്സ്മാൻ ലീവ്സ് ഗുഡ്സ് അറ്റ് ബീസ് ഹൗസ്.
ബൈ മിസ്റ്റേക്ക് ഒരു സാധനം മറന്നു വെച്ചു. അപ്പം ബി അത് സ്വന്തം ഗുഡ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ എന്താ ചെയ്യാൻ പറ്റും? ബി എ അറിഞ്ഞുകൊണ്ട് ബിക്ക് കൊടുത്ത സാധനങ്ങളൊന്നും അല്ല, ബി അത് സ്വന്തം സാധനങ്ങളായിട്ട് അത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അത് വിൽക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തു. അപ്പം എക്ക് ബിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഒരു റൈറ്റ് ഉണ്ട്. അപ്പൊ എ ഹി ഈസ് ബൗണ്ട് ടു പേ എ ഫോർ ദം. അപ്പൊ എത്രയാണോ ബി എയുടെ കയ്യിൽ നിന്ന് എടുത്ത സാധനങ്ങൾ അത്രയും എമൗണ്ട് എക്ക് തിരിച്ച് ബിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനോ റൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകളിലും എന്താണ് അതൊരു ക്വാസി കോൺട്രാക്ട് ആയിട്ട് മാറുന്നു. അത് കോൺട്രാക്ട് അവര് നേരത്തെ ഒരു പ്രപ്പോസലോ ഒരു ഓഫർ ആക്സെപ്റ്റൻസോ ഒന്നും അവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം തിരിച്ച് റിക്കവർ ചെയ്യാൻ ഒരു റൈറ്റ് കിട്ടും. ഇനി റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും ലോസ്റ്റ് ഗുഡ്സ് ഫൈൻഡ് ചെയ്തു, ആരും പറഞ്ഞിട്ടല്ലല്ലോ ഫൈൻഡ് ചെയ്തത്, അത് കണ്ടുപിടിച്ചു ആൻഡ് ടേക്സ് ഹിം ഇൻടു കസ്റ്റഡി ആൻഡ് ഈ സബ്ജക്ട് ടു സെയിം റെസ്പോൺസിബിലിറ്റി ആസ് എ ബെയിലി. ബെയിലിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളൊരു ഓഫർ പ്രപ്പോസലോ ഓഫറോ ഒന്നും അവിടെ ഇല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഒരു സാധനം കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന് കിട്ടുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ബെയിലിക്ക് എന്തൊക്കെയാണോ റൈറ്റ്സ് ഉള്ളത് അങ്ങനത്തെ സ്റ്റാറ്റസ് ആയിരിക്കും ആൾക്ക് കിട്ടുന്നത്. ഇനി എന്തൊക്കെയാണ് ബെയിലിയുടെ റൈറ്റ്സ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റത്തില്ല എന്നുള്ളത് താഴോട്ട് വരുന്നുണ്ട്. അന്നേരം നമുക്ക് നോക്കാം. Liability of a person to whom money is paid or thing delivered by mistake under coercion. അപ്പൊ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മള് ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ കൊയേഷൻ വഴിയാണ്, ഒരു അഗ്രിമെന്റ് ഒന്നും ഇല്ലായിരുന്നു, ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും സംഭവിച്ചാണെങ്കിൽ അത് തിരിച്ച് റീപേ ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ ഒരു റൈറ്റ് ഉണ്ട്. എ ആൻഡ് ബി ജോയിൻലി ഓ 100 rupees to C. രണ്ടുപേരും 100 രൂപ വെച്ചിട്ട് കൊടുക്കാനുണ്ട്. പക്ഷെ എ അങ്ങ് 200 രൂപ സിക്ക് കൊടുക്കുകയാണ്. എയും ബിയും സിക്ക് 100 രൂപ വെച്ച് കൊടുക്കാനുണ്ട്. എ 200 രൂപ സിക്ക് കൊടുത്ത് മൊത്തം സെറ്റിൽ ചെയ്തു. അപ്പം ബി എന്തോ ചെയ്യണം? ബി ഈ 100 രൂപ തിരിച്ച് എക്ക് കൊടുക്കാന്നുള്ളത് ഒരു ഒബ്ലിഗേഷൻ ആണ്. B not knowing this facts pays 100 rupees to C again. But C is bound to repay the amount to the B. അതായത് ബിയുടെ കയ്യിൽ നേരത്തെ ഇരട്ടി കാശ് വാങ്ങിച്ചില്ലായിരുന്നു, അതപ്പോ തിരിച്ചു കൊടുക്കാനുള്ള, തിരിച്ചത് റിക്കവർ ചെയ്യാനുള്ള ഒരു ഇത് ബിക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകളിലും അപ്പം ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഹൂം മണി ഇസ് പെയ്ഡ് തിങ് ഡെലിവർഡ് ബൈ മിസ്റ്റേക്ക് ബൈ കൊയേഷൻ ഒക്കെ ആണെങ്കിൽ അത് തിരിച്ച് കൊടുക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ അവിടെ ഉണ്ട്. അങ്ങനത്തെ കേസുകളൊക്കെയാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ ബോത്ത് പാർട്ടീസിനും അങ്ങനെ ഒരു ഇന്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു, ബട്ട് ബൈ ചാൻസ് അതൊരു കോൺട്രാക്ട് പോലെയായി. അപ്പം കുറച്ച് ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്, അതുവഴി കുറച്ച് റൈറ്റ്സ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ക്ലെയിം ഫോർ നെസസിറ്റി സപ്ലൈ ടു എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്, അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ഓഫ് എ പേഴ്സൺ പേയിങ് മണി ഡ്യൂ ബൈ അനദർ ഇൻ പേയ്മെന്റ് ഓഫ് വിച്ച് ഹി ഈസ് ഇൻട്രസ്റ്റ്. അതായത് ലാൻഡ് ലോഡ് ടെനന്റ് അങ്ങനത്തെ കേസുകളിൽ, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് നോൺ ഗ്രാറ്റുറ്റസ് ആക്ട്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു മണി ഈസ് പെയ്ഡ് ഓർ തിങ് ഡെലിവർഡ് ബൈ മിസ്റ്റേക്ക്. ബൈ മിസ്റ്റേക്ക് വഴിയാണെങ്കിൽ അത് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള റൈറ്റും കൂടെ കിട്ടുന്നുണ്ട്. ഇനി കണ്ടിജന്റ് കോൺട്രാക്ട് എന്താ? Contingent contract as a contract to do or not to do something if some event collateral to such event does or does not happen. അപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യാം, പക്ഷെ അതിന്റെ കൺസിഡറേഷൻ ഒന്നും ഇപ്പോഴല്ല, ഒരു കാര്യം നടന്നാലോ നടന്നില്ലെങ്കിലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്നുള്ള ഒരു കോൺട്രാക്ട്. അപ്പൊ കണ്ടീഷൻ എന്തെങ്കിലും ഒരു ഇവന്റ് ഫ്യൂച്ചറിൽ നടക്കും അല്ലെങ്കിൽ നടക്കാതിരിക്കും, അതിനെ ബേസ് ചെയ്താണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ എ കോൺട്രാക്ട്സ് ടു പേ ബി 10,000 if B's house is burnt. ദിസ് ഇസ് എ കണ്ടീജന്റ് കോൺട്രാക്ട്. അതിന്റെ അൺസർട്ടനിറ്റി ഉണ്ട്, ഫ്യൂച്ചറിറ്റി ഉണ്ട് അവിടെ അല്ലെ. അൺസർട്ടനിറ്റി ആൻഡ് ഫ്യൂച്ചറിറ്റി ആണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് മസ്റ്റ് ബി കൊളാറ്ററൽ ടു ദി ഇവന്റ്. എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ട്, ഇതൊരു ഫ്യൂച്ചറിസ്റ്റ്, അത് നടന്നാലോ നടന്നില്ലെങ്കിലോ ഒരു സെക്യൂരിറ്റി ആയിട്ട് പറയാണ്, കൊളാറ്ററൽ ആയിട്ട്. ഇപ്പം ബിയുടെ ഹൗസ് ബേൺ ചെയ്താൽ 10,000 രൂപ, അപ്പോഴേ ആ കോൺട്രാക്ട് നടക്കത്തുള്ളൂ. ഇപ്പൊ ഒരു കണ്ടീജന്റ് കോൺട്രാക്ട്, അങ്ങനെ ഒരു കോൺട്രാക്ട് വേണമെങ്കിൽ ബിയുടെ ഹൗസ് ഒരിക്കലും ബേൺ ആയില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു കോൺട്രാക്ട് തന്നെ ഇല്ല. അപ്പൊ അങ്ങനത്തെ കേസുകൾ ഒരു കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ കണ്ടീജന്റ് കോൺട്രാക്ട്. Contingent contract to do or not to do anything if uncertain future event happens cannot be enforced by law unless. അപ്പൊ unless ആ ഇവന്റ് നടക്കാത്ത പക്ഷം അതിനൊരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി വരുന്നില്ല. If the event becomes impossible, such a contract becomes void. അപ്പൊ ഇനി ആ ഇവന്റ് ഇപ്പൊ എന്തെങ്കിലും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവന്റ് ആണെങ്കിൽ ആ കോൺട്രാക്ട് വോയിഡും ആണ്. ഈ ഇവന്റ് നടക്കാത്ത പക്ഷം അതിനൊരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി വരുന്നില്ല. ഇനി എന്തെങ്കിലും ഇമ്പോസിബിൾ ഇവന്റ് ആണെങ്കിൽ അതിനൊരു ആ കോൺട്രാക്ട് വോയിഡും ആവും. A contract to pay B a sum of money when B marries C.
പക്ഷെ സി മരിച്ചുപോയി, അല്ല സി ഡൈസ് വിത്തൗട്ട് ബീങ് മാരീഡ് ടു ബി, അപ്പൊ ദ കോൺട്രാക്ട് ബിക്കം വോയിഡ്. അപ്പൊ അങ്ങനെ ഒരു ഇമ്പോസിബിൾ ആയി. അപ്പൊ എന്താ പറഞ്ഞ, എ ബിക്ക് ഒരു സം ഓഫ് മണി കൊടുക്കുക എന്ന് പറഞ്ഞു. ഇഫ് ബി മാരി സി, അതൊരു ഫ്യൂച്ചർ ഇവന്റ് ആണ്. ബി സിയെ കല്യാണം കഴിച്ചാൽ കാശ് തരാം എന്ന് പറഞ്ഞു. പക്ഷെ സി മരിച്ചുപോയി. അപ്പം പിന്നെ ആ കോൺട്രാക്ട് എന്താ പറ്റി, ഇമ്പോസിബിൾ ആയി. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ആ കോൺട്രാക്ട് മൊത്തത്തില് വോയിഡ് ആവും. അതാണ് കണ്ടിജന്റ് കോൺട്രാക്ടിനകത്ത് വരുന്നത്. ഇനി എഗ്രിമെന്റ്സ് കണ്ടിജന്റ് ഓൺ ഇമ്പോസിബിൾ ഈവന്റ് വോയിഡ്. അതായത് ഇമ്പോസിബിൾ ആകുമ്പോൾ ഓൾറെഡി വോയിഡ് ആവും നമ്മൾ പറഞ്ഞു. അതിന് വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എ അഗ്രീസ് ടു പേ ബി 1000 ഇഫ് ബി വിൽ മാരി എസ് ഡോട്ടർ സി. എയുടെ മോളെ കല്യാണം കഴിക്കാമെങ്കിൽ കാശ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ സി മരിച്ചുപോയി. അറ്റ് ദ ടൈം ഓഫ് എഗ്രിമെന്റിൽ മരിച്ചുപോയിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ എന്താ പറ്റി, ഇമ്പോസിബിൾ ആയി. ആ ഫ്യൂച്ചർ ഇവന്റ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് വോയിഡ് ആണ്. ഇമ്പോസിബിൾ ഇവന്റ് ആയതുകൊണ്ട് അത് വോയിഡ് ആണ്. എഗ്രിമെന്റ് ഈസ് വോയിഡ്. ഇനി ഒരു കോൺട്രാക്ട് നമ്മൾ എഗ്രിമെന്റും ഓഫറും എല്ലാം പറഞ്ഞ് എന്തെങ്കിലും പീരീഡ് ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇനി ഡിസ്ചാർജ് ആകാന്നുള്ളത്. when the rights and obligation created by a contract comes to an end. ആ കോൺട്രാക്ട് തീർന്നു എന്നുള്ളത് എപ്പോഴാണ് വരിക എന്നുള്ളത്. ഒന്നെങ്കിൽ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, ഒന്നെങ്കിൽ ആ കോൺട്രാക്ട് കഴിഞ്ഞു, പെർഫോം ചെയ്ത് കഴിഞ്ഞു, റൈറ്റ്സും ഡ്യൂട്ടീസും കൺസിഡറേഷനും എല്ലാം കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ കേസിൽ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയും. അല്ലെങ്കിൽ ഡിസ്ചാർജ് ബൈ എഗ്രിമെന്റ്, നമ്മൾ അല്ലെങ്കിൽ വേറൊരു എഗ്രിമെന്റ് വഴി ഓക്കെ കോൺട്രാക്ട് ഇനി നടക്കത്തില്ല, അല്ലെങ്കിൽ ഇത് ഇവിടെ വരെ മതി എന്നുള്ളത് ഓൾറെഡി രണ്ടുപേരും കൂടെ പിന്നെ എഗ്രി ചെയ്ത് അത് ഡിസ്ചാർജ് ആയി. അല്ലെങ്കിൽ ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം, ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞതുകൊണ്ട് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി. അല്ലെങ്കിൽ ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, എന്തായാലും ആ കോൺട്രാക്ട് നമ്മളെ കോൺട്രാക്ടിൽ എഗ്രി ചെയ്ത പ്രകാരം ആ കാര്യം നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ്, കോൺട്രാക്ട് ഇല്ല. ഇനി കോൺട്രാക്ട് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിന് പറഞ്ഞ പോലെ എഗ്രിമെന്റ് പറഞ്ഞ പോലെ അല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പാർട്ടീസ് എന്തെങ്കിലുമൊക്കെ ചെയ്തു, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അവിടെ നടന്നു. അപ്പൊ അങ്ങനത്തെ കേസുകളിലും എന്ത് പറ്റും, ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, പിന്നെ ആ കോൺട്രാക്ട് ഇല്ല. അപ്പം ഏതൊക്കെയാണ് മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്? ഒന്നെങ്കിൽ പെർഫോം ചെയ്തു, അങ്ങനെ കോൺട്രാക്ട് തീർന്നു. അല്ലെങ്കിൽ വേറൊരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞു, ഓക്കെ നമ്മൾ ഇതിനി ചെയ്യുന്നില്ല, രണ്ടുപേരും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തു, അതങ്ങ് എൻഡ് ആയി. അല്ലെങ്കിൽ ബൈ ലാപ്സ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ലാപ്സ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ലോ, അല്ലെങ്കിൽ ലീഗലി ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കോൺട്രാക്ട് ഒന്നും പറ്റില്ല, ഇന്നോട്ട് ഇങ്ങനെ എഗ്രിമെന്റ്സ് ഒന്നും പറ്റില്ല, അങ്ങനെ അവർ എഗ്രി ചെയ്ത് ഏതെങ്കിലും ടേംസ് ഗവൺമെന്റ് ബാൻ ചെയ്തു എന്നിരിക്കട്ടെ, അപ്പൊ അങ്ങനത്തെ കേസുകൾ പിന്നെ ഈ കോൺട്രാക്ട് വാലിഡ് അല്ലല്ലോ. അല്ലെങ്കിൽ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, മേളിൽ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാം പക്ഷെ മരിച്ചുപോയി, അങ്ങനത്തെ കേസുകൾ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പെർഫോം ചെയ്തതുകൊണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ചെയ്തതുകൊണ്ട് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, രണ്ട് പാർട്ടീസും ഒന്നെങ്കിൽ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോം ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനത്തെ കേസുകൾ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് തന്നെയാണ്. ഡിസ്ചാർജ് ബൈ എഗ്രിമെന്റിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നു. അത് എങ്ങനെയൊക്കെ വരാമെന്ന് വെച്ചാൽ, നൊവേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഇൻ പ്ലേസ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട്, പുതിയൊരു കോൺട്രാക്ട് വന്നു. അങ്ങനത്തെ കേസുകൾ എന്താ പറ്റും, ഓൾറെഡി അപ്പൊ എന്തൊക്കെ അന്ന് പറഞ്ഞ എഗ്രിമെന്റ് ടേംസ് ഒന്നും അല്ല, പിന്നെ ഒന്നുകൂടെ ഒരു റിന്യൂ ചെയ്തു ആ എഗ്രിമെന്റ്. അപ്പൊ ആ ഓൾഡ് കോൺട്രാക്ട് മാറിയതിനു ശേഷം ഇനി പുതിയ റിന്യൂഡ് ടേംസ് അനുസരിച്ചാണ് ഇനി കോൺട്രാക്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഒറിജിനൽ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി, പിന്നെ ഉള്ളത് പുതിയ കോൺട്രാക്ട്. അപ്പൊ അങ്ങനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഇൻ പ്ലേസ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട്, അതിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൺസെന്റ് ഓഫ് പാർട്ടി രണ്ടു പേർക്കും ഓക്കെ ആയിരിക്കണം, അങ്ങനത്തെ കേസുകളിൽ നൊവേഷൻ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേംസ് ഓഫ് കോൺട്രാക്ട് അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പൊ അങ്ങനെ ആവുമ്പോഴും എന്താ പറ്റുക, ഒറിജിനൽ കോൺട്രാക്ട് അവിടെ ഇല്ല, പിന്നെ ഇനി പുതിയ കോൺട്രാക്ട്, ഓൾട്ടേർഡ് ടേംസിൽ ഇനി പുതിയ കോൺട്രാക്ട് ഉള്ളത്. ഇൻ കേസ് ഓഫ് നൊവേഷൻ there may be change in parties, while in case of alteration the parties remain the same. അത് നൊവേഷനിൽ വേണമെങ്കിൽ പാർട്ടീസ് മാറാം, ടേംസ് മാറാം, എന്തോ അങ്ങനെയൊക്കെ ആണെങ്കിലും പുതിയ റിന്യൂ ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ടേംസിന് മാത്രം വ്യത്യാസമാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓൾട്ടറേഷൻ ഓഫ് കോൺട്രാക്ട്. അങ്ങനെ അപ്പൊ ഒറിജിനൽ കോൺട്രാക്ട് മാറി, ഇനിയുള്ളത് പുതിയ കോൺട്രാക്റ്റാ. Change in one or more terms of contract. In case of novation, there may be change of parties, while in case of alteration, parties remain the same. ഇനി rescission എന്ന് പറഞ്ഞാൽ cancellation of contract. രണ്ട് പാർട്ടീസും കൂടെ ക്യാൻസൽ ചെയ്തു ആ കോൺട്രാക്ട്. അങ്ങനത്തെ കേസുകളിൽ എന്താ പറ്റുക,
ഡിസ്ചാർജ് ബൈ എഗ്രിമെന്റ് ആണ്. രണ്ടുപേരും എഗ്രി ചെയ്തു, അങ്ങനെ ക്യാൻസൽ ചെയ്തു ആ കോൺട്രാക്ട്. ഇനി അല്ലെങ്കിൽ റെമിഷൻ. റെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് എ ലെസർ പെർഫോമൻസ് ദാൻ വാട്ട് ആക്ച്വലി എഗ്രീഡ് ഓൺ. അതായത് ആദ്യം അവരുടെ ടേംസ് അങ്ങനെയല്ലായിരുന്നു, പക്ഷെ അവര് പിന്നെ അവർ ഓക്കെ ആയി. എ ഹാസ് ബോറോഡ് 500 ഫ്രം ബി, എ എഗ്രീസ് ടു അക്സെപ്റ്റ് 250 ഫ്രം ബി ഇൻ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇത്രയും തന്നങ്ങ് തീർത്തോ, ഒഴിവാക്കിക്കോ എന്നുള്ള ആണെങ്കിൽ ഓക്കെ, പിന്നെ ഡെറ്റിൽ ഇത്രയും തന്നാൽ മതി, മുതൽ വേണ്ട, പലിശ വേണ്ട, മുതൽ മാത്രം മതി, അങ്ങനത്തെ ഒക്കെ കേസുകൾ. റെമിഷൻ മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് എ ലെസർ പെർഫോമൻസ് ദാൻ വാട്ട് ഈസ് ആക്ച്വൽ കോൺട്രാക്ട് ഒക്കെ മാറിയിട്ട് പിന്നെ പുതിയ, അപ്പൊ ആ കോൺട്രാക്ട് പിന്നെ തീർന്നു, അവിടെ ഒരു ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ആണ്. ഇനി വേവർ മീൻസ് ഗിവിംഗ് അപ്പ് ഓഫ് ഫോർഗോയിങ് സർട്ടൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫീസ് ഒക്കെ വേവ് ചെയ്ത് കൊടുക്കുക, റെന്റ് ഒക്കെ വേവ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ കേസുകൾ. വേറെ പാർട്ടി എഗ്രീസ് ടു ഗിവ് അപ്പ് ഹിസ് റൈറ്റ്സ്. അപ്പം അന്നേരം പിന്നെ ഒറിജിനൽ ടേംസ് ഓഫ് കോൺട്രാക്ട് ഒക്കെ മാറി. അപ്പൊ കോൺട്രാക്ട് എഗ്രിമെന്റ് വഴി പുതിയൊരു എഗ്രിമെന്റ്, വേവർ എന്ന് പറയുമ്പോൾ ഒരു പുതിയ എഗ്രിമെന്റ് അല്ലേ, ഞാൻ വേവ് ചെയ്ത് തരാം അല്ലെങ്കിൽ ആ എമൗണ്ട് ലോവർ ചെയ്ത് തരാം എന്നൊക്കെ പറയുമ്പോൾ പുതിയ എഗ്രിമെന്റ് വന്നു. അപ്പൊ ഓൾറെഡി ഉള്ള ആ കോൺട്രാക്ട് അങ്ങ് ഡിസ്ചാർജ് ആയി, പിന്നെ പുതിയ കാര്യങ്ങളാണ്. എത്രയാണോ ഇനി വേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കി എമൗണ്ട് തന്നാൽ മതി, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ പുതിയ കോൺട്രാക്ട് പ്രകാരമായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതൊക്കെയാണ് ഡിസ്ചാർജ് ബൈ എഗ്രിമെന്റ്. പെർഫോം ചെയ്ത കോൺട്രാക്ട് തീർന്നു, അല്ലെങ്കിൽ എഗ്രിമെന്റ് ടേംസ് ഓഫ് എഗ്രിമെന്റ് ഒക്കെ മാറി, ഒന്നെങ്കിൽ ആ മൊത്തത്തിൽ പുതിയതായി, അല്ലെങ്കിൽ കുറച്ച് ടേംസ് മാത്രം മതി, അല്ലെങ്കിൽ റിസഷൻ ക്യാൻസൽ ചെയ്തു, റിമിഷൻ ചെറിയ എമൗണ്ടിൽ ഓക്കെ ആയി, അല്ലെങ്കിൽ വേവ് ചെയ്ത് കൊടുത്തു, ഫീസ് ഒക്കെ വേവ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പുതിയ ടേംസിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ആ പഴയ കോൺട്രാക്ട് തീർന്നു. അപ്പൊ ഡിസ്ചാർജ് ബൈ എഗ്രിമെന്റ് തന്നെയാണ്. ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു every contract must be performed within a fixed or reasonable time. ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ടിലും കുറച്ചിങ്ങനെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്, എത്രയായിരിക്കും ടൈം ഡ്യൂറേഷൻ എന്നൊക്കെ. അപ്പൊ നോക്കിയേ, ഇഫ് എ ക്രെഡിറ്റർ ഡസ് നോട്ട് ഫയൽ എ സ്യൂട്ട് വിത്തിൻ 3 years ഓഫ് ഡെറ്റ്, ദ ഡെറ്റ് ബിക്കംസ് ടൈം. അപ്പം ക്രെഡിറ്ററിന് ഒരു കിട്ടാനുണ്ട്, ഒരാളുടെ കയ്യിൽ മണി റിക്കവർ ചെയ്യാനുണ്ടെങ്കിൽ 3 വർഷത്തിനുള്ളിൽ അത് സ്യൂട്ട് ഫയൽ ചെയ്യണം. അല്ലാത്ത പക്ഷം അത് ടൈം ലിമിറ്റേഷൻ ആക്ട് വഴി ഇത് ടൈം ബാർ ഡൗൺ, പിന്നെ അയാൾ ഒരു ലീഗൽ ആക്ഷൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ലീഗൽ ഹെൽപ്പ് ആൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഹി ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലീഗൽ റെമഡി. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസുകളിൽ പിന്നെ കോൺട്രാക്ട് ഇല്ല. അപ്പൊ ഒരു ഫിക്സ്ഡ് അല്ലെങ്കിൽ റീസണബിൾ ടൈമിനുള്ളിൽ ആ കോൺട്രാക്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ബൈ ലാപ്സ് ഓഫ് ടൈം ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആവും, പിന്നെ ആ കോൺട്രാക്ട് ഇല്ല. ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, അതെങ്ങനെയൊക്കെ ആവാം? നീ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റിൽ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇൻസോൾവെന്റ് ആയി, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ, എങ്ങനെയെങ്കിലും ഒക്കെ ടേംസ് ഒക്കെ കോൺട്രാക്ട് ടേംസ് ഒക്കെ അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഓൾട്ടറേഷൻസ് ഒക്കെ ആണെങ്കിൽ നടക്കത്തില്ല. ഇനി മേജർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും when inferior rights of a person under a contract merge with superior rights എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പാർട്ട് ടൈം ലെക്ചറിനെ ഫുൾ ടൈം ലെക്ചറർ ആക്കി. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ പിന്നെ പാർട്ട് ടൈം ലെക്ചറിന്റെ റൈറ്റ്സ് ഒക്കെ അങ്ങ് മാറി, അങ്ങനത്തെ ആ കോൺട്രാക്ട് അങ്ങ് മാറി. പിന്നെ കോളേജും ഫുൾ ടൈം ലെക്ചറും തമ്മിലുള്ള കോൺട്രാക്ട്, ആ പാർട്ട് ടൈം ലെക്ചർ എന്ന് പറയുന്ന ആ കോൺട്രാക്ട് പിന്നെ ഇല്ല. നേരത്തെ അതായിരുന്നു സാലറി എങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ അതായിരുന്നു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി, ആ കോൺട്രാക്ട് എല്ലാം ഡിസ്ചാർജ് ആയി കഴിഞ്ഞു, ആ കോൺട്രാക്ട് ഇനി ഇല്ല. ഇനി പുതിയതാണ്, ഇത്രയായിരിക്കും പേ, ഇത്രയായിരിക്കണം, അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പുതിയ കോൺട്രാക്ട് ആയി. അപ്പൊ ഓൾഡ് കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ആയി പോയി. ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു, പക്ഷെ ആള് മരിച്ചുപോയി, അങ്ങനത്തെ ഒക്കെ കേസുകളിൽ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അല്ലെങ്കിൽ ഡിസ്ചാർജ് ബൈ ബ്രീച്ച് മീൻസ് ഫെയിലിയർ ഓഫ് എ പാർട്ടി ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻസ് അണ്ടർ. അപ്പൊ എന്തെങ്കിലും പറ്റത്തില്ല, ആ കോൺട്രാക്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ബ്രീച്ച് ബ്രിങ്സ് ആൻ എൻഡ് ടു ദ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റഡ് ബൈ എ contract. A and B wanted to marry each other before the time fixed for marriage. A goes mad. അപ്പൊ അവർ ആ കോൺട്രാക്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ അവസ്ഥയല്ല പിന്നീട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസുകളായി കഴിയുമ്പോഴത്തേക്ക് ആ കോൺട്രാക്ട് ആ ടേംസിൽ മാറ്റം വന്നില്ല, മാറ്റം വന്നു കഴിഞ്ഞാൽ അതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് അങ്ങ് പോയിടാവും. അപ്പൊ അങ്ങനത്തെ കേസുകളിലും ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുന്നെങ്കിൽ പെർഫോമൻസ് വഴി, അല്ലെങ്കിൽ എഗ്രിമെന്റ് മാറി, അവരുടെ തമ്മിലുള്ള ടേംസ് മാറി, അല്ലെങ്കിൽ ലാപ്സ് ഓഫ് ടൈം, ഒരു ഫിക്സ്ഡ് അല്ലെങ്കിൽ റീസണബിൾ ടൈമിനുള്ളിൽ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ, കോൺട്രാക്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഡിസ്ചാർജ് ആവും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് ലോ വഴി, അല്ലെങ്കിൽ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, എന്തെങ്കിലും ടേംസ് അന്നേരത്തെ ടേംസ് അല്ല, അന്നേരത്തെ കണ്ടീഷൻസ് അല്ല പിന്നീട് സംഭവിക്കുന്നെങ്കിൽ അപ്പോഴും ഡിസ്ചാർജ് ആവും, ഒറിജിനൽ കോൺട്രാക്ട് അങ്ങ് ഇല്ലാതാവും.
കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഒരു മിനിറ്റ്. Contract of indemnity. A contract by which one party promises to save the other from loss caused by him by the conduct of a promiser himself or by the conduct of any other person. അപ്പൊ അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു നഷ്ടം, അപ്പൊ ഒരു ഇൻഡെമിനിഫയർ ഉണ്ട്, ഒരു ഇൻഡെമിനിഫൈഡ് ഉണ്ട്. അപ്പൊ ഒരു ഇൻഡെമിനിഫയർ പറയാണ് എന്തെങ്കിലുമൊക്കെ നഷ്ടം ഞാൻ കാരണമോ അല്ലെങ്കിൽ വേറെ ഒരു തേർഡ് പേഴ്സൺ വഴി എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നഷ്ടങ്ങൾ തന്നോളാം, ആ ലോസ് എല്ലാം ഞാൻ തിരിച്ചു തന്നോളാം. അപ്പൊ അങ്ങനത്തെ കേസുകളിലുള്ള കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. അതായത് ഇൻഷുറൻസ് കോൺട്രാക്ട് അങ്ങനത്തെ കേസുകൾ. By contract to indemnify B against consequences of proceedings which C may take against B in respect of certain sum of 2 lakh. അപ്പൊ എയും ബിയും രണ്ട് ഇൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയിൽ കയറുകയാണെങ്കിൽ സി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്. അപ്പൊ സി ബിക്ക് അഗെയിൻസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളെല്ലാം എ പറയാണ് ഞാൻ തിരിച്ചു തന്നോളാം. അങ്ങനത്തെയൊക്കെ കേസുകൾ. അപ്പൊ എന്താ പറയാ, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. എ പേഴ്സൺ ഹു പ്രോമിസസ് ടു ഇൻഡെമിനിഫൈ ഫ്രം ദി ലോസ് ഈസ് നോൺ ആസ്, ആരാണോ പ്രോമിസ് കൊടുക്കുന്നത്, ആരാണോ ആ ലോസ് തന്നോളാം, ബിയർ ചെയ്തോളാം എന്ന് പറയുന്നത് ഈസ് കോൾഡ് ആൻ ഇൻഡെമിനിഫയർ. ആൻഡ് ദ പേഴ്സൺ ഹൂസ് ലോസ് ഈസ് മെയ്ഡ് ഗുഡ്, ആരുടെയാണോ നഷ്ടം നികത്തുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡെമിനിറ്റി ഹോൾഡർ. ആർക്കാണോ ആ കാശ് തിരിച്ചു കിട്ടുന്നത് അല്ലെങ്കിൽ ആ ലോസ് തിരിച്ചു കിട്ടുന്നത്, അതിനെയാണ് ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. ഇൻഡെമിനിഫൈ ചെയ്യുന്ന ആള് ഇൻഡെമിനിഫയർ. അപ്പൊ ഇൻഷുറൻസ് കോൺട്രാക്ട് ഒക്കെ ഇതിൽ വരുന്നു. പക്ഷെ ലൈഫ് ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഒന്നും വരത്തില്ല. മരിച്ചിട്ട് തരാം അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല. ബാക്കി ഇങ്ങനെ കാർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനത്തെ ഒക്കെ കേസുകളിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. ഇനി എന്തൊക്കെ കിട്ടാം? ആർക്കും ഈ ഇൻഡെമിനിറ്റി ഹോൾഡറിന് എന്തിന്റെയൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡാമേജസ് ആണോ ഉണ്ടാവുന്നത്, അത് കാരണം ഇപ്പം കാറൊക്കെ ആക്സിഡന്റ് ആയി, അപ്പൊ എന്തൊക്കെ ഡാമേജസ് ആണ് സംഭവിക്കുന്നത്, അങ്ങനത്തെ കേസിൽ എല്ലാം റിക്കവർ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രേഡ്, നമുക്ക് അല്ലാതെ നമ്മൾ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഒക്കെ എടുക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചാൽ നമുക്ക് ഇൻഷുറൻസ് എല്ലാം ക്ലെയിം ചെയ്യാലോ. അങ്ങനത്തെ കേസുകളിൽ എന്തൊക്കെ കോസ്റ്റ് ആണോ അത് റിക്കവർ ചെയ്യാനുണ്ടാവും, അതെല്ലാം കിട്ടും. ഇനി ഓൾ സംസ് വിച്ച് മേ ഹാവ് പെയ്ഡ് അണ്ടർ ദ ടേംസ് ഓഫ് കോംപ്രമൈസ്. ഇനി എന്തെങ്കിലും സ്യൂട്ട്, എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സ് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതും ഈ ഇൻഡെമിനിഫയറിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണോ ആ കേസ് കാരണം, ആ പ്രശ്നം കാരണം ഉണ്ടാവുന്നത്, എന്തൊക്കെ ലോസ് ആണോ ഉണ്ടാവുന്നത്, അതെല്ലാം റിക്കവർ ചെയ്യാൻ പറ്റും. എല്ലാ ഡാമേജസും, എല്ലാ കോസ്റ്റും, അതുപോലെ തന്നെ എല്ലാ സംസ് വിച്ച് ഹി മേ ഹാവ് പെയ്ഡ് അണ്ടർ ദ ടേംസ് ഓഫ് കോംപ്രമൈസ് ഓഫ് എനി സ്യൂട്ട് ഇഫ് ദ കോംപ്രമൈസ് വാസ് നോട്ട് കോൺട്രറി ടു ദ. അങ്ങനെ എന്തൊക്കെയാണോ റിക്കവർ ചെയ്യേണ്ടത് അതെല്ലാം, എന്തൊക്കെ ലോസ് ആണോ സംഭവിക്കുന്നത് അതെല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഇസ് ഡിഫോൾട്ട്. അതായത് അതിനകത്ത് ഒരു ഷ്യൂരിറ്റി കാണും, ഒരു പ്രിൻസിപ്പൽ ഡെറ്റർ കാണും, ഒരു ക്രെഡിറ്റർ കാണും. അപ്പം ഷ്യൂരിറ്റി എന്ന് പറഞ്ഞ പേഴ്സൺ ഹു ഗീവ്സ് ദ ഗ്യാരണ്ടി, ആരാണോ ഷ്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്, ജാമ്യം നിൽക്കുന്നത്, അതാണ് ഷ്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട്, ആരാണോ തെറ്റ് കള്ളത്തരം കാണാൻ ഡിഫോൾട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ആളെയാണ്, ആരാണോ കാശ് കൊടുക്കാനുള്ളത്, മണി ഓ ചെയ്യുന്നത്, അവരെയാണ് പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയാം. ഇനി ക്രെഡിറ്റർ പേഴ്സൺ ടു ഹോം ദ ഗ്യാരണ്ടി, ആർക്കാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത്, ആർക്കാണോ ഷ്യൂരിറ്റി കൊടുക്കുന്നത് ആളെയാണ് പേഴ്സണൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പം ഷ്യൂരിറ്റി കാണും, പ്രിൻസിപ്പൽ ഡെറ്റർ കാണും, ഒരു ക്രെഡിറ്റർ കാണും. ഡെറ്റർ ക്രെഡിറ്ററിന് കാശ് കൊടുക്കാനുണ്ട്, ഡെറ്റർ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്ന് പറയുന്ന വേറൊരാൾ, ആളെയാണ് ഷ്യൂരിറ്റി എന്ന് പറയാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ B requests A to sell and deliver him goods on credit. A agrees to do so, provided C will guarantee the payment of price. C promises to guarantee. അപ്പൊ C അവിടെ ഒരു ഷ്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്. Payment in consideration of A's promise to deliver the goods. This is a subject answer. അപ്പൊ A അവിടെ സെല്ല് ചെയ്യാണ്, ബി ആണ് അവിടുത്തെ പ്രിൻസിപ്പൽ ഡെറ്റർ. ഇനി സി അതിന് ജാമ്യമായിട്ട് നിൽക്കുകയാണ്, ഷ്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്, ബി കാശ് തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം. അപ്പൊ ആ ഉറപ്പിന് മുകളിൽ ക്രെഡിറ്റർ ആയ എ
ബിക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യാണ്. ഇനിയിപ്പോ ബി കൊടുത്തില്ലെങ്കിൽ സിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനി പറയുമ്പോൾ ഒരു മേക്ക് ഗുഡ് ദ ലോസ് ആണല്ലോ. അപ്പൊ രണ്ടും ഏകദേശം സിമിലാരിറ്റി ഒക്കെ തോന്നുമെങ്കിലും ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാ? കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയിൽ രണ്ട് പാർട്ടീസേ ഉള്ളൂ, ഇൻഡെമിനിഫൈഡും അല്ലെങ്കിൽ ഇൻഡെമിനിഫൈഡും പിന്നെ ഇൻഡെമിനിഫയറും. ഒന്ന് നഷ്ടം സംഭവിക്കുന്ന ആളും മറ്റേത് നഷ്ടം. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലോ 3 പേരുണ്ട്, ഒരു പ്രിൻസിപ്പൽ ഡെറ്റർ ഉണ്ട്, ഒരു ക്രെഡിറ്റർ ഉണ്ട്, ഷുവറിറ്റി ഉണ്ട്. ഇവിടെ പ്രൈമറി ലയബിലിറ്റി ആർക്കാണ്? ഇൻഡെമിനിഫയറിന്. ആളാണല്ലോ കാശ് കൊടുക്കുന്നത്, അപ്പൊ ആ ആൾക്കാണ് പ്രൈമറി ലയബിലിറ്റി വരുന്നത്. ഇവിടെ പ്രൈമറി ലയബിലിറ്റി പ്രിൻസിപ്പൽ ഡെറ്റർ ആണ് അവിടെ കാശ് കൊടുക്കാനുള്ള. സെക്കൻഡറി ലയബിലിറ്റി ഷുവറിറ്റിക്ക് വരുന്നത്. ഇനി ഇൻഡെമിനിഫയർ ഈസ് നോട്ട് ആക്ടിങ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി ഡെറ്റർ. ഇവിടെ ഷുവറിറ്റി ആക്ട്സ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ. അപ്പൊ ബി പറയാണ് ഇതിനു വേണ്ടി ഒരു ജാമ്യമായിട്ട് നിൽക്കാവോ, അപ്പം എനിക്ക് സാധനങ്ങൾ തരും. അപ്പൊ റിക്വസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്ററിലാണ്. പ്രിൻസിപ്പൽ ഡെറ്റർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് സി അവിടെ ഷുവറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ കേസ് ഷുവറിറ്റി ഈസ് കോൺട്രാക്ട് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ. ഇനി possibility of any loss happening is only contingency against which the indemnifier undertakes to indemnify. ഇൻഷുറൻസ് കോൺട്രാക്ട് പോലെ എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചാൽ തരാം എന്നുള്ളതാ പറയുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു ഡെറ്റ് ഉണ്ട്. അതായത് ഈ ട്രേഡ് റിലേഷൻഷിപ്പിലൊക്കെയാണ് കൂടുതൽ ഇങ്ങനെ സാധനം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ട്രേഡിങ്ങിലാണ് മിക്കവാറും ഇങ്ങനത്തെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കാണുന്നത്. പക്ഷെ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിബിലിറ്റി ഓഫ് ലോസേ ഉണ്ട്, അല്ലാതെ ഒരു ലോസ് സംഭവിച്ചിട്ടില്ല. സംഭവിക്കുക ഇനി എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ തരാമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ഡെറ്റ് ഉണ്ട്. ഇനി ഇൻഡെമിനിഫയർ കനോട്ട് സ്യൂ ദ തേർഡ് പാർട്ടി ഓൺ ഹിറ്റ്സ് ഓൺ അൺലെസ് ദർ ഈസ് ആൻ അസൈൻമെന്റ്. ഇവിടെ ഷുവറിറ്റിക്ക് എന്ത് പറ്റും? ഇവിടെ വേറെ തേർഡ് പാർട്ടീസ് ഒന്നുമില്ല, ഇൻഡെമിനിഫയറും മാത്രമേ ഉള്ളൂ. ഇനി വേറെ ഒരു പാർട്ടിയെ സ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഷുവറിറ്റിക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും, പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഷുവറിറ്റി ഈസ് എൻറ്റൈറ്റിൽഡ് ടു പ്രൊസീഡ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ when he is obliged to perform the guarantee. അതായത് ഓൾറെഡി ഷുവറിറ്റി ക്രെഡിറ്ററിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഡെറ്ററിന്റെ കയ്യിൽ നിന്ന് ഷുവറിറ്റിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും, സ്യൂട്ട് അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെയൊക്കെ എൻറ്റൈറ്റിൽമെന്റ് ഉണ്ട്. കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഇൻഡെമിനിഫയർ ആൻഡ് ഇൻഡെമിനിഫൈഡ് ആണ്. ഇവിടെ 3 പീപ്പിൾ ഉണ്ട്. ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ഡെറ്റർ, ക്രെഡിറ്റർ ആൻഡ് ദ ഷുവറിറ്റി. But these are the differences between contract of indemnity and contract of guarantee. Any liability of surety arises only when the principal debtor already creditor ബിക്ക് ക്രെഡിറ്റിന് സാധനങ്ങൾ കൊടുത്തു, ഇനി ബി തന്നെ തിരിച്ച് കാശ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു ഷുവറിറ്റിക്ക് അവിടെ ലയബിലിറ്റി ഒന്നും വരുന്നില്ല. ഓൾറെഡി അവർ തമ്മിൽ ഡീലാക്കി. ബി ഡെറ്റർ കൊടുക്കാത്ത പക്ഷം സി കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ലയബിലിറ്റി ഓഫ് ഷുവറിറ്റി അറൈസസ് ഓൺലി വെൻ ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഫെയിൽസ് ടു പേ ദ ഡെറ്റ് ടു ദ ക്രെഡിറ്റർ. അല്ലാത്ത പക്ഷം ഷുവറിറ്റിക്ക് അവിടെ ലയബിലിറ്റി ഒന്നും ഇല്ല. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കുറച്ചേറെ നാളത്തേക്കാണ്. അതായത് ഇപ്പം ലാൻഡ് ലോഡ്, ടെനന്റ് അങ്ങനത്തെ ഒക്കെ കേസുകളിൽ ഓരോ മാസവും റെന്റ് കൊടുക്കാനുണ്ടല്ലോ, അതിനൊക്കെ ഷുവറിറ്റി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആവും. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എപ്പോഴൊക്കെ റിവോക്ക് ആവുന്നത്? ഒന്നെങ്കിൽ ഷുവറിറ്റി തന്നെ അതങ്ങ് റിവോക്ക് ചെയ്യുക, അതങ്ങ് പിന്നെ ഇല്ല ഞാൻ ഇനി ഇതിന് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷുവറിറ്റി തന്നെ റിവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷുവറിറ്റിയുടെ ഡെത്ത് വഴി ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി അങ്ങ് റിവോക്ക് ആവും. ഇനി ഷുവറിറ്റി ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് പോലെ തന്നെ ഡിസ്ചാർജ് ഓഫ് ഷുവറിറ്റി. എങ്ങനെയൊക്കെയാ ഷുവറിറ്റി ഡിസ്ചാർജ് ആവുക എന്നുള്ള? ഷുവറിറ്റിയുടെ ലയബിലിറ്റി എപ്പോഴൊക്കെ തീരും? ഗിവിംഗ് നോട്ടീസ് ടു ദ ക്രെഡിറ്റർ. ക്രെഡിറ്ററിനോട് നേരത്തെ പറയാം ഞാൻ ഈ ഷുവറിറ്റി ആയിട്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ആ ക്രെഡിറ്ററിനെ ഇന്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ ഷുവറിറ്റി, അല്ലെങ്കിൽ വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. ആദ്യം അവർ എഗ്രി ചെയ്ത ടേമിൽ ഒന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള ഒരു ബന്ധത്തിന് മേലിൽ ആണല്ലോ ഷുവറിറ്റി പുതിയ ആളായിട്ട് വന്നത്. ഈ പ്രിൻസിപ്പൽ ഡെറ്ററും ഓൾറെഡി ഇനി അല്ലെങ്കിൽ ആ ഡെറ്റൊക്കെ റൈറ്റ് ഓഫ് ചെയ്തു വന്നിരിക്കട്ടെ ക്രെഡിറ്റർ, പിന്നെ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലൊരു ബന്ധമില്ല. അപ്പൊ അല്ലാത്ത പക്ഷം അപ്പൊ ഷുവറിറ്റിക്ക് അവിടെ ഒരു റോൾ ഇല്ല.
when the creditor commons the principal debtor by giving time, കുറച്ചുകൂടെ സമയം കൊടുത്തു. ഇനി and agrees not to sue the principal debtor, കുറച്ചുകൂടെ ഈ ക്രെഡിറ്റർ തന്നെ ഡെറ്ററിന് കുറച്ചുകൂടെ സമയം കൊടുത്തു. അപ്പൊ ഡെറ്ററിനെ തന്നെ തിരിച്ച് റീപേ ചെയ്യാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഷുവറിറ്റി ഇനിയും പ്രത്യേകിച്ച് അതിന്റെ ഇടയ്ക്ക് കേറ്റേണ്ട ആവശ്യമില്ലെങ്കിലോ, അപ്പൊ ഷുവറിറ്റിയുടെ കോൺട്രാക്ട് അവിടെ കഴിയും, ഷുവറിറ്റിയുടെ ലയബിലിറ്റി അവിടെ തീർന്നു. ക്രെഡിറ്റർ ആക്ട്സ് ഓർ ഒമിഷൻ ഇമ്പയർ ഷുവറിറ്റീസ് ഇവൻച്വൽ റെമഡി, അതായത് ക്രെഡിറ്ററിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആക്ഷൻ നടന്നു, അങ്ങനെ അപ്പം ഷുവറിറ്റിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഒക്കെ കൊടുത്തതൊക്കെ പിന്നെ ക്രെഡിറ്റർ തന്നെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ ഷുവറിറ്റിയുടെ ടേംസ് ഓഫ് കോൺട്രാക്ട് അങ്ങനത്തെ കേസുകളിൽ ഷുവറിറ്റിയുടെ ലയബിലിറ്റി അവിടെ ഡിസ്ചാർജ് ആവും. പിന്നെ ഷുവറിറ്റിക്ക് അവിടെ ഒരു റോളില്ല. ഇനി റൈറ്റ്സ് ഓഫ് ഷുവറിറ്റി എന്തൊക്കെയാണ്? അതായത് റൈറ്റ് ഓഫ് ഷുവറിറ്റി ഓൺ പേയ്മെന്റ് ഓഫ് പെർഫോമൻസ്. ഷുവറിറ്റി ഓൾറെഡി ഡെറ്റ് കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്രെഡിറ്ററിന്റെ ആ എല്ലാ റൈറ്റ്സും ഷുവറിറ്റിക്ക് കിട്ടും. When a guaranteed debt has become due or default of the principal debtor to perform the guaranteed duty has taken place, surety upon payment. Surety already കാശ് കൊടുത്ത് ക്രെഡിറ്ററിനെ എല്ലാം സെറ്റിൽ ചെയ്തു. അപ്പൊ പിന്നെ surety is invested with all creditor and against the principal debtor. ക്രെഡിറ്ററിന് എന്തൊക്കെ റൈറ്റ്സ് ഡെറ്ററിന് അഗെയിൻസ്റ്റ് ഉണ്ടായിരുന്നോ ഇനിയിപ്പോ ക്രെഡിറ്റർ ഇല്ല, ക്രെഡിറ്ററിന്റെ ബാധ്യത എല്ലാം കൊടുത്തു കിട്ടും. അപ്പൊ ഷുവറിറ്റി ബിക്കംസ്, ഷുവറിറ്റിക്ക് ആ ക്രെഡിറ്ററിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടോ അതെല്ലാം കിട്ടും. ഷുവറിറ്റീസ് റൈറ്റ് ടു ബെനിഫിറ്റ് ഫ്രം ക്രെഡിറ്റർ സെക്യൂരിറ്റീസ്. ഇപ്പം നമ്മുടെ ഡെറ്റർ നേരത്തെ ക്രെഡിറ്ററിന് എന്തെങ്കിലും കൊളാട്രൽ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇരിക്കട്ടെ, പിന്നെ ക്രെഡിറ്ററിനെല്ലാം ലയബിലിറ്റി എല്ലാം കൊടുത്ത് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ഷുവറിറ്റിക്ക് ആ സെക്യൂരിറ്റിയും ആ എന്തെങ്കിലുമൊക്കെ റൈറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇപ്പൊ ചെക്ക് ഒക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ എല്ലാ റൈറ്റ്സ് ഷുവറിറ്റിക്കാം. ക്രെഡിറ്ററിന് അവിടെ പിന്നെ ഇനി റോളില്ല. ഇൻവാലിഡ് ഗ്യാരണ്ടി ഒന്നെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ കൺസീൽമെന്റ് വഴിയൊക്കെയാണോ ഗ്യാരണ്ടി കൊടുത്തതെങ്കിൽ പിന്നെ അതൊക്കെ ഇൻവാലിഡ് ആണ്. കോ ഷുവറിറ്റി ഉണ്ട്, ഒരു ഷുവറിറ്റി അല്ല കുറെ ഷുവറിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകളിലോ എല്ലാ ഷുവറിറ്റിക്കും ഈക്വൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കാം. ഈക്വൽ അവര് എന്തൊക്കെയാണോ ഡെറ്റ് അതെല്ലാം ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു ലയബിലിറ്റി ഉണ്ട്. ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്. ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ അപ്പോൺ എ പർപ്പസ് upon the contract that they shall when the purpose is occurred. ഒരു പർപ്പസിന് വേണ്ടി ഗുഡ്സ് കൊടുത്തേക്കാണ്. ആൻഡ് ആ പർപ്പസ് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്നോ ഡിസ്പോസ് ചെയ്യാമെന്നോ ആണ് കണ്ടീഷൻസ്. ഒന്നെങ്കിൽ ഇറ്റ് ഷാൽ ബി റിട്ടേൺ ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ പേഴ്സൺ ഡെലിവറിംഗ് ദം. അപ്പം ബെയിൽമെന്റ് അത് ബെയിലർ കാണും, ഒരു ബെയിൽ കാണും. ബെയിൽമെന്റ് കൊടുക്കുന്ന ആളും അത് ആർക്കാണോ ഗുഡ്സ് കിട്ടിയത് അവരെ ബെയിൽ എന്ന് പറയും. പേഴ്സൺ ഡെലിവറിംഗ് ദ ഗുഡ്സ് ഈസ് കോൾഡ് എ ബെയിലർ. അപ്പം ഒരു പർപ്പസിന് വേണ്ടി ഗുഡ്സ് എടുത്തോണ്ട് പോയേക്കാണ്. ഇനി ആ പർപ്പസ് കഴിയുമ്പോഴത്തേക്ക് ഗുഡ്സ് ഒന്നെങ്കിൽ ഈ ബെയിലറിന് അതിനെ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ബെയിലർ എന്താണോ പറയുന്നത് ആ ഡയറക്ഷൻസ് അനുസരിച്ച് ആ ഗുഡ്സിനെ ഡിസ്പോസ് ചെയ്യും. അപ്പൊ ഒരു ഡെലിവറി ഉണ്ടാവണം. there must be a delivery of specific goods. ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവണം. ഫോർ സം purpose. ഒരു പർപ്പസിന് വേണ്ടി ആയിരിക്കണം ഈ ഹാൻഡ് ഓവർ ചെയ്തേക്കുന്നത്. ഡെലിവറി മസ്റ്റ് ബി അപ്പോൺ ദ കോൺട്രാക്ട്. ദ ഗുഡ് ഷാൽ വെൻ ദ പർപ്പസ്. ആ പർപ്പസ് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ റിട്ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ബെയിലർ. അതിന് ഗുഡ്സിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ഇപ്പൊ എക്സ്പ്ലോസീവ്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ ആ ബെയിലർ പറഞ്ഞിട്ടുണ്ടാവണം. ഓഫീസ് ബെയിലർ ഓൾറെഡി അറിഞ്ഞിരുന്ന കാര്യമാണെങ്കിൽ ആർക്കാണോ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അവരോട് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ബെയിലറിനുണ്ട്. ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു ഡിസ്ക്ലോസ് ദ ബെയിലി falls in the goods bailed of which the bailer is aware and which materially interfere with the use of them or expose the bailey to extraordinary risk. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം നേരത്തെ ബെയിലറിന് ആർക്കാണോ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ആരാണോ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അവർക്ക് നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിൽ ആ ഹാൻഡ് ഓവർ ചെയ്യുന്ന ആളോട് അത് പറയാൻ ഉള്ള ബാധ്യത ബെയിലറിനുണ്ട്. കാരണം എന്തെങ്കിലും റിസ്ക് ഉള്ള എന്തെങ്കിലും മെറ്റീരിയലി ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള സാധനമാണെങ്കിലോ അല്ലെങ്കിൽ റിസ്ക് ഉള്ള സാധനം എല്ലാം ആണെങ്കിലും നേരത്തെ അത് പറഞ്ഞിരിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ നോക്കാം, എ ഹാസ് എ കാരേജ് ഓഫ് ബി. പക്ഷെ കാരേജ് എന്തെങ്കിലും ഒരു കാരേജ് കളവണ്ടിയോ അങ്ങനെ
കോട്ട് പോലെ എന്തെങ്കിലും അത് എന്തെങ്കിലും അത് അൺസേഫ് ആണെന്ന് എക്ക് ഓൾറെഡി അറിയായിരുന്നു. പക്ഷെ എയോട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അപ്പം പക്ഷെ ബിക്ക് അത് അറിയത്തില്ലായിരുന്നല്ലോ. ബി ഇസ് നോട്ട് അവെയർ ഓഫ് ഇറ്റ് ആൻഡ് എ ഇസ് ഇൻജുർ. അപ്പം ബി ഇസ് റെസ്പോൺസിബിൾ ടു എ ഫോർ ദ ഇൻജുറി. എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അത് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ട് വേണം അത് ഹാൻഡ് ഓവർ ചെയ്യാൻ. കെയർ ടു ബി ടേക്കൺ ബൈ ബെയിലി. ബെയിലി ഈസ് ബൗണ്ട് ടു ടേക്ക് ആസ് മച്ച് ആസ്. അപ്പൊ സ്വന്തം ഗുഡ്സിനോ എത്ര കെയർ ആണോ കൊടുക്കുന്നത്, മാൻ ഓഫ് ഓർഡിനറി പ്രുഡൻസ് സ്വന്തം ആൻഡ് സിമിലർ സർക്കംസ്റ്റാൻസസ് സ്വന്തം ഗുഡ്സിന് എന്തൊക്കെയാണോ കെയർ കൊടുക്കുന്നത് ആ കെയർ എല്ലാം കൊടുക്കാനുള്ള ഒരു ഡ്യൂട്ടിയും കൂടെ ബെയിലിക്കുണ്ട്. എപ്പോഴാണ് ടെർമിനേഷൻ ഓഫ് bailment? Bailment is voidable at the option of bailer if the bailer does not act with the goods bail or inconsistent with the conditions of bailment. അതായത് A lets to B ഫോർ ഹയർ ഒരു ഹോഴ്സിനെ റൈഡിങ്ങിന് വേണ്ടി കൊടുത്തു, പക്ഷെ കാരിയേജ് വഴി പിന്നെ കുതിരവണ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻസ് മാറിയല്ലോ. എന്തിനാണോ പറഞ്ഞത് ആ കണ്ടീഷൻ അത് ആ പർപ്പസിന് വേണ്ടിയല്ല യൂസ് ചെയ്തത്. അപ്പൊ അവിടെ ടെർമിനേഷൻ ഓഫ് ബെയിൽമെന്റ്. പിന്നെ ബെയിൽമെന്റ് എന്നൊരു കോൺട്രാക്ട് അവിടെ പിന്നെ ഇല്ല. പിന്നെ ആ കോൺട്രാക്ട് അങ്ങ് കഴിഞ്ഞു, ആ ടെർമിനേറ്റ് ആയി. ഇനി അൺഓതറൈസ്ഡ് യൂസ് എല്ലാം ചെയ്യുകയാണെങ്കിലോ, ബെയിലി മേക്സ് എനി ഗുഡ്സ് ഇഫ് ദ ബെയിലി യൂസ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും അല്ല യൂസ് ചെയ്തെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും അൺഓതറൈസ്ഡ് യൂസ് ഒക്കെ ചെയ്തെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ, ആ ഹാൻഡ് ഓവർ ചെയ്ത ഗുഡ്സിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിച്ചാൽ ബെയിലറിന് അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. Bailey makes use of goods bail which is not according to the conditions of bailment. He is liable to make compensation to the bailer for any damage arising to the goods from or during the use. അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ആ ഗുഡ്സിന് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ബെയിലിക്ക് ഗുഡ്സ് ഒക്കെ മിക്സ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ എന്നുള്ളത്. ഇഫ് ദ ബെയിലി വിത്ത് ദ കൺസെന്റ് ഓഫ് ബെയിലർ mixes the goods of the bailer with his own goods, the bailer and the bailey shall have an interest in proportion. എത്രയാണോ ബെയിലറിന്റെ ഗുഡ്സിന്റെ പ്രൊപ്പോർഷൻ, എത്രയാണോ ബെയിലിയുടെ പ്രൊപ്പോർഷൻ, അങ്ങനെയായിരിക്കും അവരുടെ റൈറ്റ്സ്. അതായത് ഇവിടെ നോക്കുക, A bails 100 bales of cotton marked with a particular mark to B. B without A's consent, ബെയിലറിന്റെ കൺസെന്റ് ഇല്ലാതെ mixes 100 bales with the other bales of his own bearing a different mark. അപ്പൊ A is entitled to have 100 bales returned and B is bound to bear all the expenses incurred in separation of bales and any other incidental damage. അപ്പൊ എന്തെങ്കിലുമൊക്കെ കൺസെന്റ് ഇല്ലാതാണ് ഇവർ മിക്സ് ചെയ്തെങ്കിൽ പിന്നെന്താ പറ്റും? അങ്ങനെ കണ്ടീഷൻസ് ടു ദ ബെയിൽമെന്റിൽ ഇല്ലായിരുന്നു അത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണോ നഷ്ടങ്ങൾ സംഭവിച്ചത് അതെല്ലാം തിരിച്ച് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഇനി മിക്സ് ചെയ്താൽ പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണെങ്കിലോ, ഇപ്പൊ A bails a barrel of cab flour with worth 45 to B without A's consent mixes the flour പറ്റില്ല. ഇനി ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ബെയിലി ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞ എന്ത് പർപ്പസിന് വേണ്ടിയാണോ തന്നത് ആ ഗുഡ്സ്, ആ പർപ്പസ് കഴിഞ്ഞ ഉടനെ തന്നെ ഗുഡ്സ് വിത്തൗട്ട് ഡിമാൻഡ്, പിന്നെ ബെയിലർ ഡിമാൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. Bailey is bound to deliver to the bailer according to the directions any increase or profit which may ഇനി എന്തെങ്കിലും ആ ഗുഡ്സിന് എന്തെങ്കിലും ഇൻക്രിമെന്റ് ഉണ്ടായി, എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാലോ അതും തിരിച്ചു കൊടുക്കാന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പം കൗവിനെയാണ് കൊടുത്തത്, പക്ഷെ കൗവിന്റെ ഒരു കാഫും കൂടെ ഉണ്ടായി, അപ്പൊ അങ്ങനെയാണ് കാഫിനെ തിരിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ബെയിലിക്ക് ഉണ്ട്.
ഇനി ഫൈൻഡർ ഓഫ് ഗുഡ്സിന്റെ റൈറ്റ്സ്. അപ്പൊ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഹാസ് no right to sue the owner for compensation for trouble and expense voluntarily incurred by him to preserve the goods. അപ്പൊ സ്വന്തം ഒരു സാധനം കളഞ്ഞു പോയി നമ്മൾ അയാവശ്യമായി കണ്ടു. അപ്പൊ വോളണ്ടറിലി നമ്മുടെ ആക്ട് ആണത്. അപ്പൊ അങ്ങനെ നമ്മൾ വോളണ്ടറിലി ചെയ്തു, നമ്മൾ അതിനെ ആ ഗുഡ്സിനെ പ്രിസർവും ചെയ്തു. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് മറ്റൊരാളുടെ സാധനം എന്ന് പറഞ്ഞാൽ ആ ആളെ കണ്ടുപിടിച്ച് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. ഫൈൻഡർ ഓഫ് റൈറ്റ് ടു സൂ ഇല്ല ഫോർ ദ ഓണർ ഫോർ കോമ്പൻസേഷൻ ഓർ ഫോർ ട്രബിൾ ആൻഡ് എക്സ്പെൻസ് വോളണ്ടറിലി ഇൻകേർഡ് ബൈ ഹിം ടു പ്രിസർവ് ദ ഗുഡ്സ്. പക്ഷെ കാരണം അയാൾ വോളണ്ടറിലി ചെയ്തതല്ലേ, ആ ഓണറിന്റെ ഡയറക്ഷൻസ് പ്രകാരം ഒന്നും ചെയ്തതല്ലോ, അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ വേണമെങ്കിൽ കോമ്പൻസേഷൻ കിട്ടുന്നിടം വരെ റീറ്റെയിൻ ചെയ്യാം, പക്ഷെ സ്യൂ ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. വെദർ വേർ ദ ഓണർ ഹാസ് ഓഫർഡ് സ്പെസിഫിക് ഇനിയും ആ കോമ്പൻസേഷൻ കിട്ടുന്നിടം വരെ വേണമെങ്കിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി വേർ ദ ഓണർ ഹാസ് ഓഫർഡ് സ്പെസിഫിക് റിവാർഡ് എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇത് കണ്ടുപിടിച്ച് തരുവാണെങ്കിൽ ഇത്രയും തരാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫൈൻഡർ മേ സ്യൂ ഫോർ സച്ച് റിവാർഡ് ആൻഡ് മേ റീറ്റെയിൻ ദ ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ service involving the exercise of labor or skill in respect of sale, the right to retain such goods until he receives remuneration for the service he rendered. ബെയിലിക്ക് സർവീസ് പിന്നെ ചെയ്യേണ്ടി വന്നു, ലേബർ സ്കില്ലിന് ലേബർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് ആഡ് ഓൺ ചെയ്യും